ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പടക്കലം എന്ന മൂവിയിലൂടെ നമ്മൾ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള കഥയാണ് ഇന്ന് കാണാൻ പോകുന്നത്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയാണ് കാണിക്കുന്നത്. കാലങ്ങൾക്ക് മുമ്പ് വിജയനഗരം വാണിരുന്ന രാജാവായ ആദിത്യൻ എന്ന വ്യക്തിയാകട്ടെ തന്റെ വിനോദങ്ങൾക്ക് വേണ്ടിയിട്ടൊരു മാന്ത്രിക വസ്തു നിർമ്മിച്ചു. നിരന്തരമായി ആ വസ്തു ഉപയോഗിച്ച രാജാവിന് ചില കാര്യങ്ങൾ മനസ്സിലായി. അതിന്റെ സാധ്യത വിനോദത്തിന് മാത്രമല്ല, ലോകത്തെ നിയന്ത്രിക്കാൻ പോലും സാധിക്കുന്ന ഒരു അത്ഭുത വസ്തുവാണത്. ആദിത്യ മഹാരാജാവ് ഈയൊരു വസ്തു രഹസ്യമായി സൂക്ഷിച്ചെങ്കിലും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ടിപ്പു സുൽത്താൻ അറിയുകയും ആദിത്യ രാജാവുമായിട്ട് യുദ്ധത്തിലേർപ്പെട്ട് ടിപ്പു സുൽത്താൻ ആ ഒരു വസ്തു കൈക്കലാക്കുകയും ചെയ്യുന്നു. ലോകം കീഴടക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ടിപ്പു ആകട്ടെ തന്റെ യുദ്ധത്തില് വളരെയധികം ശക്തിയുള്ള ഒരു ആയുധമായിട്ട് ആ ഒരു വസ്തുവിനെ മാറ്റി. എന്നാൽ ടിപ്പു സുൽത്താന് തിരുവിതാംകൂറിലെ കാർത്തിക തിരുനാൾ രാജാവിന്റെ മുന്നിൽ മാത്രം പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ടിപ്പുവിനെ തോൽപ്പിച്ച് കാർത്തിക തിരുനാൾ രാജാവ് ആ ഒരു വസ്തു സ്വന്തമാക്കി. എന്നാൽ ആ വസ്തുവിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം രാജാവ് തിരിച്ചറിഞ്ഞതോടുകൂടി മറ്റാരുടെ പക്കലും ഈ ഒരു വസ്തു കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് രാജാവ് യുദ്ധം ജയിച്ച അതേ സ്ഥലത്ത് തന്നെ ആ ഒരു വസ്തു മറവ് ചെയ്തിട്ട് താളിയോലകളിൽ അതിനെപ്പറ്റി എഴുതി വെക്കുന്നു. തുടർന്ന് വരുന്ന നൂറ്റാണ്ടുകളിലെല്ലാം തന്നെ ആ വസ്തുവിനെ പറ്റി ആരും തന്നെ അറിഞ്ഞില്ല. അതുകൊണ്ട് അതാരും പുറത്തെടുത്തതുമില്ല. അതിനെപ്പറ്റിയുള്ള ചരിത്രങ്ങൾ പല ബുക്കിലും ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം കെട്ടുകഥകളായിട്ടാണ് ആൾക്കാർ കണ്ടിരുന്നത്. എന്നാൽ പല നൂറ്റാണ്ടുകൾക്കിപ്പുറം ആ ഒരു വസ്തു തേടി ഒരാൾ വന്നിരിക്കുകയാണ്. അങ്ങനെ രാജാവ് യുദ്ധം ജയിച്ച അതേ സ്ഥലത്തെത്തി ആ ഒരു വസ്തു അയാൾ കൈക്കലാക്കിക്കൊണ്ടു പോകുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. ആ വസ്തു എന്താണെന്നോ അതിന്റെ പ്രത്യേകത എന്താണെന്നും ഇതെടുത്തത് ആരാണെന്നും ഒക്കെ നമുക്ക് വഴിയെ മനസ്സിലാകും. അടുത്ത സീനിൽ നമ്മളെ കാണിക്കുന്നത് 4 സുഹൃത്തുക്കളെയാണ്. ഈ കൂട്ടത്തില് നമ്മുടെ നായകൻ ജിതിൻ എന്ന് പറയുന്ന ഈ പയ്യനാണ്. തന്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ജീവിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ജിതിൻ സ്നേഹിക്കുന്നുണ്ട്. 10th ക്ലാസ് മുതലുള്ള ഒരു പ്രണയമായിരുന്നു അവരുടേത്. ഒരുമിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെയാണ് അവർ ഒരേ കോളേജിൽ അഡ്മിഷൻ എടുത്തതും. ജിതിനാകട്ടെ 10 ദിവസത്തേക്ക് കോളേജിൽ നിന്നൊരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോയിരുന്നതായിരുന്നു. ഈ 10 ദിവസവും അവൻ ജീവിക്ക് നന്നായിട്ട് മിസ് ചെയ്തു. അതുകൊണ്ട് അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സൈക്കിൾ ചെയിൻ അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 10th ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവളുടെ സൈക്കിൾ ചെയിൻ പൊട്ടിയ സമയത്തായിരുന്നു ഇവർ തമ്മിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്. ആ ഓർമ്മയ്ക്കായിട്ടാണ് അവൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു സമ്മാനം അവൻ തെരഞ്ഞെടുത്തത് തന്നെ. ഇത് കണ്ട് അവന്റെ കൂട്ടുകാര് അവനെ കളിയാക്കുന്നുണ്ട്. ആ സമയത്ത് ജീവിക അവിടേക്ക് വരുന്നു. ആ ഗിഫ്റ്റ് കണ്ട് അവൾക്ക് ആദ്യം സന്തോഷം തോന്നുന്നുണ്ട്. എന്നാൽ അവളാകട്ടെ അവനെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് അവനോട് പറയുന്നത്. അവനെ പ്രണയിച്ചു തുടങ്ങിയ ശേഷം അവനെ ഒട്ടും തന്നെ കാണാതിരിക്കാൻ അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അവനിൽ നിന്ന് പിരിഞ്ഞിരിക്കാൻ പറ്റാത്തത് കാരണമാണ് ഒരേ കോളേജിൽ വന്ന് ഒരേ ഡിപ്പാർട്ട്മെന്റിൽ അഡ്മിഷൻ എടുത്തതും. എന്നാൽ ഈ 10 ദിവസം ഇവൻ ഇവളുടെ അടുത്ത് നിന്ന് മാറി നിന്നിട്ടും ഇവൾക്ക് ഒരു വിഷമവും തോന്നിയില്ല. ഒരു രീതിയിലും ഇവനെ ഇവൾ മിസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിനർത്ഥം പഴയ സ്നേഹം അവൾക്ക് അവനോട് ഇല്ലാന്ന് തന്നെയാണ്. തന്റെ മൈൻഡിൽ തോന്നിയ ഈ കാര്യങ്ങളെല്ലാം അവൾ അവനോട് തുറന്നു പറഞ്ഞതോടുകൂടി അവനാകെ തകർന്നുപോയി. അതുകൊണ്ട് തനിക്ക് കുറച്ച് ടൈം വേണമെന്നും ആ ഒരു പഴയ സ്നേഹം എനിക്ക് നിന്നോട് ഇല്ലാന്നുമൊക്കെയാണ് ഇവള് പറയുന്നത്. ഇതൊരു ബ്രേക്കപ്പിലേക്കാണ് പോകുന്നതെന്ന് ജിതിന് ഏകദേശം മനസ്സിലായി. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ലിജോ എന്ന് പറയുന്നൊരു പയ്യൻ വന്നിട്ട് ജീവികയെ വിളിക്കുന്നുണ്ടായിരുന്നു. ഒരു ഡാൻസ് കോമ്പറ്റീഷന് അവളുടെ പേരായിരുന്നു ലിജോ. ലിജോയോട് അവൾ ചിരിച്ച് സംസാരിക്കുന്നതും ലിജോ അവളോട് അടുത്തിടപഴകുന്നതും എല്ലാം തന്നെ കണ്ടപ്പോൾ ജിതിന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. ലിജോയ്ക്ക് അവളോട് ഇൻട്രസ്റ്റ് ഉണ്ട്. ചിലപ്പോൾ അവൾക്കും തിരിച്ച് അവനോട് ഇഷ്ടമുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം തന്നിൽ നിന്ന് അവൾ അകലാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും അവൾ തെളിച്ചു പറയാത്ത കാരണം അവൻ എന്ത് പറയണമെന്നറിയാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്നു. തന്റെ കൂട്ടുകാരോട് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. എന്നാൽ അവന്റെ കൂട്ടുകാർ പറയുന്നുണ്ട്, ഇവൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ ഇത് ബ്രേക്കപ്പിലേക്കാ പോകുന്നത്. നീ മര്യാദയ്ക്ക് അവളെ വിട്ടുകളയെന്താ നല്ലതെന്ന്. എന്തായാലും നീ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ കോളേജ് ഒക്കെ തീർന്നിട്ട് ജർമ്മനിയിലേക്ക് പോകാനിരിക്കുക. അപ്പോഴേക്കും നീ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് മൈൻഡ് ഒക്കെ കൂളായിട്ടിരിക്കുന്നതായിരിക്കും നല്ലത്. താനിപ്പോ എന്ത് വേണമെന്ന് ജിതിൻ ചോദിക്കുമ്പോൾ കൂട്ടുകാർ പറയുന്നുണ്ട്, നിനക്ക് അവളോട് പറയാൻ തോന്നുന്ന കാര്യങ്ങളും അവളെ പറ്റിയുള്ള നിന്റെ ഓർമ്മകളും എല്ലാം തന്നെ ഈ പേപ്പറിൽ എഴുതണം. അതിന് തെറിയാണെങ്കിലും എന്താണെങ്കിലും അതെല്ലാം എഴുതിയിട്ട് ഈ പേപ്പർ കത്തിച്ച് കളയണം. അതോടുകൂടി നിന്റെ മൈൻഡിൽ നിന്നും അവളെ എടുത്ത് കളയണം. അങ്ങനെ ജിതിൻ ഇരുന്ന് എഴുതാൻ തുടങ്ങി. ആ സമയത്താണ് അവരുടെ ക്ലാസ്സിലേക്ക് ഷാജി എന്ന് പറയുന്ന സാറ് കടന്നു വരുന്നത്. ആ സാറിനെ അവിടുത്തെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ആർക്കും തന്നെ ഒരു ബഹുമാനം ഉണ്ടായിരുന്നില്ല. ഇന്ന് സമരമാണെന്നും സാറ് ക്ലാസ് എടുക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. സമരം വിളിക്കാൻ ആള് വന്നെങ്കിൽ മാത്രം ക്ലാസ് നിർത്താമെന്നാണ് ഷാജി പറയുന്നത്. കുട്ടികളിൽ ആരോ ഒക്കെ അയാളെ പേപ്പർ ചുരുട്ടി എറിയുന്നുമുണ്ട്. ദേഷ്യം വന്ന് അയാൾ നോക്കുമ്പോഴാകിട്ട് ജിതിനിരുന്ന പേപ്പറിൽ എന്തോ എഴുതുന്നതാണ് കാണുന്നത്. നീ എന്തുകൊണ്ടാ എഴുതുന്നതെന്ന് പറഞ്ഞിട്ട് ആ പേപ്പർ അയാൾ പിടിച്ചു വാങ്ങുന്നു. ജീവികയെ പറ്റിയുള്ള കാര്യങ്ങളായിരുന്നല്ലോ അവൻ എഴുതിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് ആ സമയത്ത് അവിടേക്ക് സമരം വിളിക്കാൻ മറ്റു കുട്ടികൾ കയറി വന്നു. ഷാജി അവിടെ നിൽക്കുന്നുള്ള ഒരു മൈൻഡ് പോലും കൊടുക്കാതെയായിരുന്നു അവരകത്തേക്ക് കയറി വന്ന് സംസാരിച്ചത്. അതിന്റെ പേരിൽ ഷാജി ആ കുട്ടികളോട് ദേഷ്യപ്പെടുന്നു. അവരാകട്ടെ ഒരു മര്യാദയും കൊടുക്കാതെ ഷാജിയെ അടിക്കുകയാണ്. പക്ഷെ ആ പ്രശ്നത്തിൽ ഇടപെടാൻ രഞ്ജിത്ത് എന്ന് പറയുന്ന മറ്റൊരു സാർ വരുന്നുണ്ട്. ആ കോളേജിലെ ഒട്ടുമിക്ക കുട്ടികൾക്കും ഈ രഞ്ജിത്തിനെ അത്രയധികം ബഹുമാനമായിരുന്നു. കുറച്ച് നാളുകളായിട്ടേ ഉള്ളൂ രഞ്ജിത്ത് ഈ കോളേജിലേക്ക് വന്നിട്ട്. രഞ്ജിത്ത് വന്നതോടുകൂടി കുട്ടികൾ ശാന്തരാവുകയും മര്യാദക്ക് കാര്യങ്ങൾ സംസാരിച്ചിട്ട് പുറത്തു പോവുകയും ചെയ്യുന്നു. ഷാജിക്ക് ഇതൊക്കെ കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. രഞ്ജിത്തിന് കുട്ടികൾക്കിടയിലുള്ള നിലയും വിലയും തനിക്കില്ലാത്തതിൽ ഷാജിക്ക് ഒരു അസൂയം ഉണ്ടായിരുന്നു. ആ ഒരു ബഹളത്തിന്റെ ഇടയ്ക്ക് ജിതിൻ എഴുതിയ പേപ്പറുമായിട്ടാണ് ഷാജി സ്റ്റാഫ് റൂമിലേക്ക് പോയത്. അതെങ്ങനെയെങ്കിലും തിരിച്ചെടുക്കണമെന്നായിരുന്നു ജിതിന്റെ മനസ്സിൽ. കുട്ടികളുമായിട്ടുള്ള വഴക്കിനിടയിൽ ഷാജിയുടെ മൂക്കിൽ നിന്ന് രക്തം വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അയാൾ ഒരു കോട്ടിനെടുത്ത് മൂക്കിൽ നിന്നും രക്തമെല്ലാം തുടച്ച് വേസ്റ്റ് ബെന്നിലേക്ക് ഇടുന്നു. വിദ്യാർത്ഥികൾ ശരിക്കും സമരം ചെയ്യുന്നത് അവരുടെ HOD മാറ്റാൻ
മാറ്റാനായിരുന്നു. അയാൾ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് ജോലി വാങ്ങിയതെന്ന് അവർ കണ്ടെത്തിയിരിക്കുന്നു. ആ സമരത്തെ രഞ്ജിത്ത് പിന്തുണയ്ക്കുന്നത് ആ HOD സ്ഥാനത്ത് നിന്നും ആ സാറ് മാറിക്കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് രഞ്ജിത്തിന് വരാമെന്നുള്ളൊരു ചിന്തയിലായിരുന്നു. എന്നാൽ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഷാജിക്കാണ് ആ സ്ഥാനം കിട്ടേണ്ടത്. അത് ഏത് വിധേനയും തട്ടിയെടുക്കാനായിരുന്നു രഞ്ജിത്തിന്റെ പ്ലാനിങ്. സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് കുട്ടികൾ തെളിയിക്കുന്നതോടുകൂടി HOD സ്ഥാനത്ത് നിന്നും ആ സാറിനെ മാറ്റിയിട്ട് പുതിയ ആളെ നിയമിക്കാൻ തീരുമാനമായി. അത് രഞ്ജിത്ത് സാർ ആകണമെന്നാണ് കുട്ടികളെല്ലാം പറയുന്നത്. എന്നാൽ മറ്റു ചില പ്രൊഫസേഴ്സ് പറയുന്നുണ്ട് എക്സ്പീരിയൻസ് വെച്ച് അത് ഷാജിക്കാണ് കിട്ടേണ്ടതെന്ന്. ഒടുവിൽ രഞ്ജിത്ത് ആകട്ടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്നുണ്ട് ഷാജിയാണ് എന്തുകൊണ്ട് HOD ആകാൻ അർഹനെന്ന്. രഞ്ജിത്ത് അങ്ങനെ പറയുന്ന കേട്ട് ഷാജി പോലും ഞെട്ടിപ്പോയി. എല്ലാവരും ഷാജിയെ കൺഗ്രാചുലേറ്റ് ചെയ്യുകയായിരുന്നു. ആ സമയത്ത് രഞ്ജിത്ത് നേരെ സ്റ്റാഫ് റൂമിലേക്ക് വരുന്നു. അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അയാൾ കഥ കടച്ചിട്ട് തന്റെ ബാഗിൽ നിന്നും എന്തോ ഒരു വസ്തു പുറത്തേക്ക് എടുക്കുന്നു. ആ സമയത്ത് ഷാജി എടുത്തുകൊണ്ട് പോയ തന്റെ പേപ്പർ തിരികെ എടുക്കാൻ വേണ്ടിയിട്ട് ജിതിൻ അതിലുള്ളിലേക്ക് ഒളിച്ചു കയറിയിട്ടുണ്ടായിരുന്നു. അവൻ അവിടെ ഒളിച്ചിരിക്കുന്ന വിവരം രഞ്ജിത്ത് അറിഞ്ഞതുമില്ല. അയാൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ജിതിൻ കാണുന്നുണ്ട്. വേസ്റ്റ് ബിന്നിൽ നിന്ന് അയാൾ എന്തോ എടുത്തുകൊണ്ട് വരുന്നു. തന്റെ ബാഗിൽ നിന്ന് എടുത്തു വെച്ച ഒരു ബോർഡ് ആകട്ടെ ക്യൂ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്തിട്ട് അതിനുള്ളിലിരുന്ന ഡൈസ് ഉപയോഗിച്ച് അയാൾ ഒരു ഗെയിം കളിക്കുന്നു. അതേ ടൈമിൽ തന്നെ അവിടെ CCTVയിൽ ഷാജിയുടെ വിഷ്വൽസ് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ മറ്റു സാർമാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിൽക്കുന്ന നമ്മുടെ രഞ്ജിത്ത് സാറാകട്ടെ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കുപ്പി എടുത്തിട്ട് കൈ ഉപയോഗിച്ച് അത് ഞെരിക്കാൻ ആരംഭിച്ചു. അതേസമയം തന്നെ അവിടെ പുറത്തു നിന്നിരുന്ന ഷാജിയാകട്ടെ തന്റെ മുന്നിൽ നിന്നിരുന്ന പ്രിൻസിപ്പലിന്റെ കഴുത്ത് ഞെരിക്കുന്നുണ്ട്. അതായത് ഇവിടെ നിന്നുകൊണ്ട് ഷാജിയുടെ ബോഡിയെ രഞ്ജിത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. ഈ ഒരു കാഴ്ച കണ്ട് ശരിക്കും ജിതിൻ ഞെട്ടിപ്പോയി. ഇയാൾ എന്തൊക്കെയോ അമാനുഷികമായിട്ട് ചെയ്യുകയാണെന്ന് ജിതിന് മനസ്സിലായി. രഞ്ജിത്ത് ഇവിടെ നിന്ന് അടിക്കുന്ന പോലെ ആംഗ്യം കാണിക്കുമ്പോൾ ഷാജിയാകട്ടെ തന്റെ മുന്നിലുണ്ടായിരുന്ന ആളെ അടിക്കുകയായിരുന്നു. തന്റെ കൈയെ കൺട്രോൾ ചെയ്യാൻ ഷാജിക്ക് പോലും സാധിക്കുന്നില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് ഷാജിക്ക് മനസ്സിലായില്ല. പക്ഷെ അവിടെ നിന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ട് ഷാജിക്ക് ഭ്രാന്തായതാണെന്നും ഇങ്ങനെ ആവശ്യമില്ലാത്ത ആൾക്കാരെ അടിക്കുന്നതാണെന്നും. അതോടുകൂടി അയാളെ സെക്യൂരിറ്റി വന്ന് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. താൻ കണ്ട കാര്യങ്ങളെല്ലാം ജിതിൻ തന്റെ കൂട്ടുകാരോട് പറയുന്നു. അവർക്കതൊന്നും വിശ്വാസം വന്നതേയില്ല. രഞ്ജിത്ത് സാറിന് എന്തൊക്കെയോ ബ്ലാക്ക് മാജിക് അറിയാമെന്നാണ് ജിതിൻ പറയുന്നത്. എന്തോ ഒരു സാധനം വെച്ചിട്ട് ഷാജി സാറിന്റെ ബോഡിയെ രഞ്ജിത്ത് സാർ കൺട്രോൾ ചെയ്യുകയായിരുന്നു എന്ന് ജിതിൻ പറയുന്നു. ഇത് കേട്ടപ്പോൾ അവന്റെ ഫ്രണ്ട്സിലെ റംസാദ് എന്ന് പറയുന്ന ഒരു പയ്യന് ഡൗട്ട് തോന്നുന്നുണ്ട്. കാരണം രഞ്ജിത്ത് ഈ കോളേജിൽ ജോയിൻ ചെയ്തിട്ട് അധികം നാളായിട്ടില്ല. അതിനു മുൻപ് മെൽവിൻ എന്ന് പറയുന്ന ഒരു സാറായിരുന്നു ഉണ്ടായിരുന്നത്. അയാളെ പെട്ടെന്നാണ് മരണപ്പെട്ടത്. അയാളുടെ മരണത്തിൽ എന്തൊക്കെയോ ദുരൂഹതയുള്ളതായിട്ടാണ് റംസാദ് പറയുന്നത്. ഒരുപക്ഷെ ഈ രഞ്ജിത്ത് ജിതിൻ പറയുന്ന പോലെ ബ്ലാക്ക് മാജിക് എന്തെങ്കിലും കാണിച്ചിട്ട് ആ മെൽവിൻ എന്ന് പറയുന്ന സാറിനെ കൊന്നിട്ടായിരിക്കാം അയാളുടെ സ്ഥാനത്തേക്ക് പ്രൊഫസറായിട്ട് വന്നിട്ടുള്ളത്. എന്താണെങ്കിലും ഇതിന്റെ പിന്നിലെ രഹസ്യം കണ്ടെത്താൻ അവർ തീരുമാനിക്കുന്നു. ആ സമയത്ത് ആ സെക്യൂരിറ്റി ആകട്ടെ ഷാജി സാറിനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നതും തനിക്ക് ഭ്രാന്തില്ലാന്ന് അയാൾ പറയുന്നതും എല്ലാം തന്നെ ഇവർ കാണുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ ജിതിനും കൂട്ടരും രഞ്ജിത്തിനെ ഫോളോ ചെയ്ത് അയാളെ നിരീക്ഷിക്കാൻ ആരംഭിച്ചു. അയാൾ അയാളുടെ വീട്ടിൽ ഒരു നായയെ വളർത്തുന്നുണ്ടായിരുന്നു. മാത്രമല്ല അയാൾക്ക് സ്വന്തമായിട്ട് വില കൂടിയ കാറും ബൈക്കും ഒക്കെ തന്നെയുണ്ട്. എന്നിട്ട് പോലും മിക്ക ദിവസങ്ങളിലും അയാൾ വന്നുകൊണ്ടിരുന്നത് കോളേജ് ബസ്സിലായിരുന്നു. കുട്ടികളുടെ കൂടെ അടുത്തിടപഴകാൻ വേണ്ടി മനഃപൂർവ്വമാണ് അയാൾ അങ്ങനെ വന്നുകൊണ്ടിരുന്നത്. മറ്റുള്ളവരുടെ കൂടെ നിൽക്കുമ്പോൾ അയാൾ അങ്ങനെ ചിരിക്കാറില്ല. എന്നാൽ എല്ലാവരും പോയിട്ട് ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ അയാൾ വല്ലാത്തൊരു ചിരിച്ചിരിക്കും. മാത്രമല്ല എപ്പോഴും ആ ബാഗ് അയാളുടെ തോളിൽ തന്നെ ഉണ്ടാകും. ഒരു തവണ പോലും അത് താഴെ വെക്കുന്നത് കണ്ടിട്ടില്ല. കാരണം അതിനുള്ളിലാണ് ജിതിൻ പറഞ്ഞ ആ ഓജോ ബോർഡ് പോലെ ഇരിക്കുന്ന ഒരു ബോർഡ് ഇരിക്കുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് അയാൾ എന്തൊക്കെയോ ചെയ്യുന്നത്. ആ ബോർഡ് അടിച്ചു മാറ്റണമെങ്കിൽ അയാൾ എങ്ങനെയെങ്കിലും ആ ബാഗ് താഴെ വെക്കുകയും ആ സമയം നോക്കി അത് എടുക്കുകയും വേണം. പിന്നീട് അവർ അതിനു വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ നോക്കി നിന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം കോളേജ് ബസ്സിൽ വെച്ചിട്ട് രണ്ട് കുട്ടികൾ വഴക്കുണ്ടാക്കുന്നുണ്ടായിരുന്നു. അവരെ പിടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് രഞ്ജിത്ത് പുറത്തേക്കിറങ്ങിയതും ആ ബാഗ് ഊരി അയാൾ സീറ്റിൽ വെച്ചിട്ടാണ് പോകുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ജിതിനും റംസാദും ചേർന്നിട്ട് അയാളുടെ ബാഗ് പരിശോധിക്കുകയും അതിനുള്ളിൽ ആ ബോർഡ് കാണുകയും ചെയ്യുന്നു. അതിന്റെ ഒരു ഫോട്ടോ അവർ എടുക്കുന്നുണ്ട്. രഞ്ജിത്ത് കയറി വന്നപ്പോഴേക്കും പെട്ടെന്ന് തന്റെ സീറ്റിലേക്ക് പോയി അവർ ഇരിക്കുകയും ചെയ്യുന്നു. ആ ഫോട്ടോ തന്റെ മറ്റു കൂട്ടുകാരെ കാണിച്ചപ്പോഴാണ് അവരെല്ലാവരും വിശ്വസിച്ചത്. താൻ പറഞ്ഞത് കള്ളമല്ല എന്നും അയാളുടെ കയ്യിൽ എന്തോ ഒരു വസ്തു ഉണ്ടെന്നും. പക്ഷെ അതിൽ എഴുതിയിരുന്നതെല്ലാം തന്നെ കന്നഡയോ തുളുവോ അങ്ങനെ എന്തോ ലാംഗ്വേജ് ആയിരുന്നു. തങ്ങളെ കൊണ്ടത് മനസ്സിലാക്കാൻ പറ്റാത്ത കാരണം അത് മനസ്സിലാകുന്ന ഒരേ ഒരു വ്യക്തിയെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നുള്ളൂ. അത് ജീവികയാണ്. അവളോട് ചോദിക്കാമെന്ന് അവർ വിചാരിക്കുന്നു. എന്നാൽ ബ്രേക്കപ്പ് ആയി ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവളെടുത്ത് ജിതിനധികം സംസാരിക്കാൻ പോകാറില്ല. ഇതും പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവളോട് മനഃപൂർവ്വം സംസാരിക്കാൻ ചെല്ലുന്നതായിട്ട് അവൾക്ക് തോന്നും. താൻ പോയി ചോദിച്ചോളാമെന്ന് റംസാദ് പറയുന്നു. അവരവിടെ ചെല്ലുന്ന സമയത്ത് ലിജോയും ജീവികയും ഡാൻസ് പ്രാക്ടീസിലായിരുന്നു. ഇത് കാണുമ്പോഴൊക്കെ ജിതിന് ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ റംസാദ് വന്ന് ജീവികയെടുത്ത് സംസാരിച്ച് ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാമോന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ലിജോ അവിടേക്ക് വരുന്നു. ഓരോരോ കാരണങ്ങൾ പറഞ്ഞിട്ട് മനഃപൂർവ്വം അവളോട് സംസാരിക്കാൻ നിങ്ങൾ വരുന്നതല്ലേ എന്നാണ് ലിജോ പറയുന്നത്. അല്ലെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്ററും ഗൂഗിൾ ലെൻസും ഒക്കെ ഉള്ള കാലത്ത് ഇത് കണ്ടുപിടിക്കാൻ അത്ര പാടൊന്നുമില്ല. ശരിക്കും അവനത് പറഞ്ഞപ്പോഴാണ് അവര് പോലും അങ്ങനെ ഒരു ഐഡിയ പറ്റി ആലോചിക്കുന്നത്. മനഃപൂർവ്വം സംസാരിക്കാൻ വേണ്ടി ഒന്നും വന്നതല്ല എന്ന് പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് അവിടെ നിന്നും പോയി. എന്നാൽ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയ സമയത്ത് അതൊരു പസിൽ രൂപത്തിലായിരുന്നു വന്നിരുന്നത്. കണ്ണൻ എന്ന് പറയുന്നവരുടെ കൂട്ടത്തിലൊരു പയ്യൻ പറയുന്നുണ്ട്, എനിക്കൊരു 2 ദിവസത്തെ സമയം തന്നു കഴിഞ്ഞാൽ താൻ ഇത് സോൾവ് ആക്കി കൊണ്ടുവരാമെന്ന്. അവൻ 2 ദിവസം എന്ന് പറഞ്ഞു പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് അത് സോൾവ് ചെയ്യുന്നത്. അവൻ പറയുന്നുണ്ട്, പണ്ട് മഹാഭാരതത്തില് ശകുനിയൊക്കെ കളിച്ച പോലെ ഒരു ഗെയിമാണിത്. ലുഡോ പോലെയൊക്കെ ഇരിക്കും. പകിട എറിയുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു വസ്തു ബെറ്റ് വെക്കണം. എന്നാൽ മറ്റേ കളിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതില് എല്ലാവരും
എല്ലാവരും വെക്കേണ്ടത് ഒരേ വസ്തു തന്നെയായിരിക്കണം. അതായത് ഞാൻ എന്താണോ ഈ കളിയിൽ ബെറ്റ് വെക്കുന്നത് അതേ വസ്തു തന്നെയായിരിക്കണം കളി കളിക്കുന്ന മറ്റുള്ളവരും ബെറ്റ് വെക്കാൻ. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പബ്സ് ആണ് ഇതിൽ ബെറ്റ് വെക്കുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പബ്സ് ബെറ്റ് വെക്കേണ്ടി വരും. ലുഡോ ഗെയിമിലെ പോലെ ഗെയിമിന്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങളെ ആരെങ്കിലും വെട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പബ്സ് എനിക്ക് കിട്ടും. ഇപ്പൊ ഇവിടെ നടക്കുന്ന ഈ കളിയിൽ രഞ്ജിത്ത് സാർ ബെറ്റ് വെച്ചിട്ടുള്ളത് ശരീരത്തിന്റെ നിയന്ത്രണമാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ രഞ്ജിത്ത് തുടങ്ങി വെച്ച ഈ കളിയിൽ അയാൾക്ക് എതിരെ നിൽക്കുന്ന ആരുടെ കരു വെട്ടിക്കളഞ്ഞാലും ആ വ്യക്തിയുടെ ബോഡി കൺട്രോൾ ചെയ്യാൻ രഞ്ജിത്തിന് സാധിക്കും. പക്ഷേ ഷാജി സാർ ഗെയിം കളിച്ചിട്ടില്ലല്ലോ എന്ന് മറ്റു കുട്ടികൾ ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഇതിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ നേരിട്ട് വരേണ്ട കാര്യമില്ല. രണ്ടാമതൊരു പ്ലെയറിന് വേണ്ടിയിട്ട് ആ വ്യക്തിയുടെ ബ്ലഡോ അല്ലെങ്കിൽ ഉമിനീരോ അതല്ലെങ്കിൽ ബോഡി സ്വെറ്റോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് മതി. അതെടുത്തൊരു കരുവിൽ പുരട്ടി കളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ആർക്ക് വേണമെങ്കിലും കളിക്കാം. ഇവിടെ ഷാജിയുടെ രക്തം പറ്റിച്ച ശേഷം കരു എടുത്ത് കളത്തിലേക്ക് ഇട്ട ശേഷം രഞ്ജിത്ത് ഷാജിക്ക് വേണ്ടിയിട്ട് കളിച്ചു. എന്നിട്ട് രഞ്ജിത്ത് തന്റെ കരു ഉപയോഗിച്ച് ഷാജിയുടെ കരുവിനെ വെട്ടുകയും ചെയ്തു. അതോടെ ഷാജിയുടെ ബോഡിയുടെ നിയന്ത്രണം രഞ്ജിത്തിന്റെ കയ്യിലായി. ഇത്രയൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഇത് തടഞ്ഞില്ലെങ്കിൽ ഇയാൾ ഇനിയും ഒരുപാട് പേരെ കൺട്രോൾ ചെയ്യുമെന്നും അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും ഇവർക്ക് മനസ്സിലായി. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അയാളുടെ കയ്യിൽ നിന്ന് ആ ബോർഡ് കൈക്കലാക്കണം. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് അവര് അയാളുടെ കയ്യിൽ ഉള്ള പോലെ ഒരു ബാഗ് വാങ്ങിക്കുന്നു. ലാബിൽ അയാൾ എത്തിക്കഴിയുമ്പോൾ ബാഗ് എന്തായാലും അവിടെ ഊരിവെക്കും. ആ സമയത്തിന് കറക്റ്റ് ലാബിലെ കറണ്ട് കട്ടാക്കണം. ആ നേരം നോക്കി റംസാദും ജിതിനും ചേർന്നിട്ട് അയാളുടെ ബാഗ് എടുക്കുകയും അതിനു പകരം തങ്ങൾ വാങ്ങിച്ചുകൊണ്ടുവന്ന ബാഗ് അവിടെ വെക്കുകയും വേണം. ഇതായിരുന്നു അവരുടെ പ്ലാനിങ് പ്രകാരം രഞ്ജിത്ത് ലാബിനുള്ളിലേക്ക് കയറി വരുന്നു. അയാളെ ബാഗ് ഒരു താഴെ വെച്ചതും ജിതിൻ പുറത്തു നിൽക്കുന്ന ആൾക്കാർക്ക് സിഗ്നൽ കൊടുക്കുന്നുണ്ട് എത്രയും പെടുന്ന കറണ്ട് കട്ടാക്കാൻ. എന്നാൽ ലാബിലെ പവർ ഓഫ് ആക്കാനുള്ള സ്വിച്ച് കറക്റ്റായിട്ട് അറിയാത്ത കാരണം ലാബിലെ ഒഴിച്ച് ബാക്കി എല്ലായിടത്തെയും പവർ പോകുന്നു. അതുകൊണ്ട് വേറെ വഴിയില്ലാതെ രഞ്ജിത്ത് കാണാതെ ലാബിലെ തന്നെ ചില എക്യുപ്മെന്റ്സിൽ വയർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊടുത്ത ശേഷം ജിതിൻ തന്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നു. സാറ് സ്വിച്ച് ഇടുന്ന സമയത്ത് ഇവിടുത്തെ പവർ കട്ടാകും. ആ നേരം കൊണ്ട് റംസാദിനോട് അവൻ പറയുന്നുണ്ട് നീ പോയി ബാഗ് എടുത്തിട്ട് വരണമെന്ന്. അങ്ങനെ ഇവരുടെ പ്ലാൻ പ്രകാരം രഞ്ജിത്ത് വന്ന് ആ സ്വിച്ച് ഇട്ടതും പവർ കട്ടായി. പക്ഷെ റംസാദിന് ബാഗ് എടുക്കാൻ പോകാൻ പറ്റില്ല. കാരണം അവനിട്ടിരുന്ന ടീഷർട്ട് ആകട്ടെ ഇരുട്ടിൽ തിളങ്ങുന്നതായിരുന്നു. ഇത് കണ്ട് ജിതിന് ദേഷ്യം വരുന്നു. നിന്നെ കൊണ്ടൊന്നും ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ജിതിൻ പെട്ടെന്ന് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ട് രഞ്ജിത്തിന്റെ ബാഗ് എടുത്തിട്ട് ഓടി. നേരെ കൊണ്ടുപോയത് നകുലിന്റെ കയ്യിൽ കൊടുക്കുന്നു. എത്രയും പെട്ടെന്ന് ഇതും കൊണ്ട് നീ ഇവിടെ നിന്നും പോകാൻ പറയുന്നു. റംസാദ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി വന്നു കഴിയുമ്പോൾ ജിതിൻ ചോദിക്കുന്നുണ്ട് രഞ്ജിത്തിന്റെ ബാഗിന് പകരം മാറ്റിവെക്കാൻ വേണ്ടിട്ട് നമ്മൾ വാങ്ങിയ ബാഗ് എന്തേന്ന്, അത് രഞ്ജിത്തിന്റെ ബാഗ് ഇരുന്ന സ്ഥലത്ത് വെച്ചു എന്ന്. താൻ അവിടെയെങ്കിലും വെച്ചില്ല എന്നാണ് റംസാദ് പറയുന്നത്. അത് നമ്മുടെ ടേബിളിൽ തന്നെ ഇരിപ്പുണ്ട്. തന്റെ ബാഗ് കാണാതായിട്ട് രഞ്ജിത്ത് അത് തിരയുമ്പോൾ നമ്മുടെ ടേബിളിൽ നിന്നും അയാളുടെ ബാഗ് പോലൊരു ബാഗ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ തന്നെ അയാൾ സംശയിക്കുമെന്ന് ജിതിൻ പറയുന്നു. അത് കാരണം അത് തിരിച്ചെടുക്കാൻ അവർ നേരെ ലാബിലേക്ക് പോകുന്നു. പക്ഷെ ആ സമയം കൊണ്ട് തന്റെ ബാഗ് കാണാതെ തിരഞ്ഞു നടന്ന രഞ്ജിത്ത് അവരുടെ ടേബിളിൽ നിന്നും ആ ഡ്യൂപ്ലിക്കേറ്റ് ബാഗ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അവന്മാര് തനിക്കിട്ട് പണിയുകയാണെന്ന് രഞ്ജിത്തിന് മനസ്സിലായി. മര്യാദയ്ക്ക് തന്റെ ബാഗ് തിരിച്ചു തരാൻ രഞ്ജിത്ത് പറയുന്നുണ്ടെങ്കിലും സാറ് കളിക്കുന്ന ഗെയിം എന്താണെന്ന് തനിക്ക് അറിയാമെന്ന് ജിതിൻ പറയുന്നു. എന്നാൽ രഞ്ജിത്ത് ചിരിച്ചുകൊണ്ട് പേടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. കളിയറിയാതെ നീയൊക്കെ കയറി വന്നത് കാലന്റെ കൂട്ടിലേക്കാണ്. സാറിനെന്തായാലും ആ ബോർഡ് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല, ഞാനത് നശിപ്പിക്കുമെന്ന് ജിതിൻ പറയുമ്പോൾ കുറച്ചുനേരം ജിതിന്റെ ശരീരത്തിലേക്ക് രഞ്ജിത്ത് നോക്കി നിൽക്കുന്നു. അവൻ വല്ലാതെ പേടിച്ചു വരയ്ക്കുന്നുണ്ടായിരുന്നു. തന്റെ നെഞ്ചിലേക്ക് കൈവച്ച് രഞ്ജിത്താകട്ടെ കണ്ണടച്ചിട്ട് കുറച്ചുനേരം എന്തോ പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം തന്റെ കഴുത്തൊരു സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ ജിതിനും അവന്റെ കഴുത്തൊരു സൈഡിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് കണ്ട് അവന്റെ കൂട്ടുകാരെല്ലാം ഞെട്ടി. ജിതിൻ മനഃപൂർവ്വം ചെയ്യുന്നതായിരുന്നില്ല അത്. രഞ്ജിത്ത് അവന്റെ ബോഡി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിരുന്നു. നീയൊക്കെ ചെയ്തത് വലിയ തെറ്റാണെന്ന് നിനക്കൊക്കെ മനസ്സിലാകും. അപ്പൊ നീയൊക്കെ തന്നെ ആ ബോർഡ് എന്റെ കയ്യിൽ കൊണ്ടുതരും. അതുവരെ നീയൊക്കെ അത് വെച്ച് ലുഡോ കളിച്ചുകൊള്ളാൻ രഞ്ജിത്ത് പറയുന്നു. ആ ബോർഡ് ഇവന്മാരുടെ കയ്യിൽ ഇരിക്കുന്നതിൽ രഞ്ജിത്തിന് ഒരു പേടിയും ഉണ്ടായിരുന്നില്ല. അയാൾ കോൺഫിഡൻസോട് കൂടി തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അതോടുകൂടി ജിതിനും കൂട്ടരും ആകെ പേടിക്കാൻ ആരംഭിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ ഇവർ 3 പേരും പുറത്തുനിന്ന് സംസാരിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് ജിതിനാകട്ടെ റംസാദിന്റെ കഴുത്തിൽ കുത്തിപ്പിടിക്കുന്നു. യഥാർത്ഥത്തിൽ അവനായിരുന്നില്ല അത് ചെയ്യുന്നത്. രഞ്ജിത്ത് അവന്റെ ബോഡി കൺട്രോൾ ചെയ്യുകയായിരുന്നു. അതോടെ ജിതിനും കൂട്ടരും പേടിക്കാൻ ആരംഭിച്ചു. ജിതിൻ എപ്പോ വേണമെങ്കിലും രഞ്ജിത്തിന്റെ കൺട്രോളിലാകും. തൊട്ടുമുന്നിൽ നിൽക്കുന്ന ആളെ ആക്രമിക്കും. ജിതിന്റെ ബോഡി ജിതിന്റെ കൺട്രോളിലല്ലാത്ത കാരണം അവന് ആൾക്കാരുടെ അടുത്ത് നിൽക്കാൻ തന്നെ പേടിയായിരുന്നു. രഞ്ജിത്ത് എപ്പോ വേണമെങ്കിലും അവന് പണി കൊടുക്കും. അതിനിടയ്ക്ക് ജീവിക വന്ന് അവനോട് സംസാരിക്കുന്നുണ്ട്. നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും മുന്നോട്ട് നല്ല രീതിയിൽ പോകില്ല എന്നും നമ്മൾ രണ്ടുപേരും 2 ലോകത്താണ് ജീവിക്കുന്നത്. ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊന്നും തന്നെ നിനക്ക് ഇഷ്ടപ്പെടില്ല. നമ്മൾ രണ്ടുപേരും 2 വേവ് ലെങ്ത് ആണെന്നൊക്കെ അവള് പറയുന്നു. മാത്രമല്ല നീ ജർമ്മനിയിലേക്ക് പോകാനിരിക്കുക. അത് നമുക്കിടയിൽ അകലം കൂട്ടത്തേ ഉള്ളൂ. ഞാൻ പോകാതിരുന്നാൽ നമ്മുടെ പ്രശ്നങ്ങൾ മാറുമെന്ന് അവൻ ചോദിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ പോകാതിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇല്ലാതാകുന്നത് നിന്റെ ക്യാരക്ടർ തന്നെയാണെന്നാണ് അവൾ പറയുന്നത്. എനിക്ക് വേണ്ടിയിട്ട് നീ മാറണമെന്ന് ഞാൻ പറയുന്നില്ല. നിന്റെ രീതിയിൽ നീ നല്ല വ്യക്തിയാണ്. പക്ഷെ നമ്മൾ തമ്മിൽ മാച്ച് ആകില്ല, അത്രേ ഉള്ളൂ. ഇക്കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ 2 ദിവസമേ എടുത്തുള്ളൂ. നിന്നോട് പറഞ്ഞ് മനസ്സിലാക്കാനാണ് എനിക്ക് ഇത്രയും ദിവസം വേണ്ടി വന്നത്. കൂടുതലൊന്നും അവളോട് അവൻ പറയാൻ നിൽക്കുന്നില്ല. കാരണം അതിനേക്കാൾ വലിയൊരു പ്രശ്നത്തിലാണല്ലോ അവനിപ്പം നിൽക്കുന്നത്. നീ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അവളെ അവിടെ നിന്ന് അവൻ പറഞ്ഞു വിടുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ ജിതിനെ രഞ്ജിത്ത് കൺട്രോൾ ചെയ്യുകയായിരുന്നു. ക്ലാസ്സിലിരിക്കുന്ന സമയത്തും പുറത്ത് കൂട്ടുകാരുടെ കൂടെ നിൽക്കുന്ന സമയത്തും ചുറ്റും ആൾക്കാർ
കൂട്ടുകാരുള്ളപ്പോഴെല്ലാം തന്നെ അവന്റെ ശരീരം കൺട്രോൾ ചെയ്യുകയും എന്തെങ്കിലുമൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് കാരണം ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് വഴക്കം കിട്ടാൻ തുടങ്ങി, മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് അടിയും കിട്ടാൻ തുടങ്ങി. സ്വന്തം കൂട്ടുകാർക്ക് പോലും അവന്റെ അടുത്തിരിക്കാൻ പേടിയായി തുടങ്ങിയിരുന്നു. എപ്പോ വേണമെങ്കിലും രഞ്ജിത്ത് അവന്റെ ബോഡി കൺട്രോൾ ചെയ്ത് അവരെ അടിക്കും. രാത്രിയിൽ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല, കാരണം സ്വന്തം കൈ കൊണ്ട് സ്വന്തം മുഖത്ത് തന്നെ അവൻ ഇടിക്കുകയാണ്. ഇതെല്ലാം രഞ്ജിത്തിന്റെ പരിപാടിയായിരുന്നു. അവസാനം കണ്ണൻ ജിതിനോട് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു ഗെയിം ഫിനിഷ് ചെയ്യണമെന്ന്. കളി തീർന്നു കഴിഞ്ഞാൽ എല്ലാം പഴയ പോലെയാകും. കളിയിൽ ആര് ജയിച്ചാലും വിഷയമല്ല, ബെറ്റ് വെച്ച സാധനങ്ങളെല്ലാം തിരിച്ചു കൊടുക്കണം. അപ്പൊ നിന്റെ ബോഡിയുടെ കൺട്രോളും നിനക്ക് തിരിച്ചു കിട്ടും. പക്ഷെ അതിന് ആ ഒരു ബോർഡ് തുറന്നു കിട്ടണം. അവരെന്തൊക്കെ ശ്രമിച്ചിട്ടും അത് തുറക്കാൻ പറ്റുന്നില്ല. അങ്ങനെയിരിക്കെ ജിതിന്റെ ഒരു പ്രസന്റേഷൻ ഡേ വരുന്നുണ്ട്. അന്ന് രഞ്ജിത്തും സാർമാരുടെ കൂട്ടത്തിൽ ഇരിപ്പുണ്ടായിരുന്നു. ആ പ്രസന്റേഷൻ പോലും രഞ്ജിത്ത് നശിപ്പിക്കുന്നു. നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തുകൊണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് രഞ്ജിത്ത് പുറത്തേക്ക് പോയിട്ട് അവന്റെ ബോഡി കൺട്രോൾ ചെയ്യുന്നുണ്ട്. അവനാകട്ടെ ടേബിളിന്റെ മുകളിലേക്ക് കയറി അവിടെ ഉണ്ടായിരുന്ന ഫാൻ വലിച്ച് താഴെ കിടന്നു. ഇവന് തലയ്ക്ക് സുഖമില്ലെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. രഞ്ജിത്ത് കളിക്കുന്ന കളികളൊന്നും തന്നെ ആർക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ലല്ലോ. അവന്റെ കൂട്ടുകാർക്ക് മാത്രമേ സത്യം അറിയൂ. ജീവിക പോലും തെറ്റിദ്ധരിക്കുന്നുണ്ട് ഇവൻ മോശമായ രീതിയിൽ എല്ലാവരോടും പെരുമാറുകയാണെന്ന്. അങ്ങനെ ഓരോന്ന് ആലോചിച്ച് വിഷമിച്ച് അവന്റെ ബോധം പോകുന്നു. കുറെ നേരത്തേക്ക് അവൻ അബോധാവസ്ഥയിലായിരുന്നു. ആ സമയത്ത് രഞ്ജിത്ത് അവനോട് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ അവൻ സ്വപ്നം കാണുന്നുണ്ട്. ആ കൂട്ടത്തില് രഞ്ജിത്ത് എങ്ങനെയാണ് ആ ഒരു ബോർഡ് ഓപ്പൺ ആക്കിയതെന്നും അവൻ സ്വപ്നം കാണുന്നു. ഏകദേശം ഒരു ദിവസത്തിന്റെ പാതിയോളം അബോധാവസ്ഥയിലായിരുന്ന അവനാകട്ടെ ഉറക്കം ഉണർന്നു കഴിയുമ്പോൾ തന്റെ കൂട്ടുകാരോട് പറയുന്നുണ്ട് എങ്ങനെയാണ് ആ ബോർഡ് തുറക്കേണ്ടതെന്ന് എനിക്കറിയാമെന്ന്, ഞാൻ സ്വപ്നത്തിൽ കണ്ടുവെന്ന്. രഞ്ജിത്തിന്റെ കയ്യിലാണ് അതിന്റെ കീ ഉള്ളത്. ആ ബോർഡിന്റെ നടുക്ക് കാണുന്ന ആ ഒരു വട്ടമില്ലേ, അതിനകത്തേക്കാണ് കീ വെക്കേണ്ടത്. അത് രഞ്ജിത്തിന്റെ കഴുത്തിലാണ് അയാൾ എപ്പോഴും ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്നെ അന്ന് കൺട്രോൾ ചെയ്യാൻ അയാൾ ശ്രമിച്ച സമയത്ത് നെഞ്ചിലെ കയ്യിൽ കൈകൊണ്ടുപോയി വെച്ചത്. നകുല് പറയുന്നുണ്ട് ഈ മുകളിൽ കാണുന്ന വട്ടത്തിലാണ് ഈ ഒരു കീ വെക്കേണ്ടതെങ്കിൽ ഞാൻ അതിന്റെ 3D പ്രിന്റ് ഉണ്ടാക്കാമെന്നും ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കാമെന്നും. അതിന് നമ്മുടെ കാഡ് ലാബിലേക്ക് നമുക്ക് പോകണം. ഞാൻ അവിടെ പോയി ഈ ഒരു 3D പ്രിന്റ് എടുത്ത് കീ ഉണ്ടാക്കുന്നിടം വരെ രഞ്ജിത്ത് അവിടേക്ക് വരാൻ പാടില്ല. അത് നിങ്ങൾ നോക്കിയാണെങ്കിൽ ഞാൻ ഇത് സെറ്റാക്കി തരാം. അങ്ങനെ പിറ്റേന്ന് തന്നെ അവർ അത് സെറ്റാക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. അവർ കോളേജിനുള്ളിലേക്ക് കിടക്കുമ്പോൾ കൂട്ടത്തിലൊരാൾ പറയുന്നുണ്ട് നമ്മളിപ്പോൾ കടക്കാൻ പോകുന്നത് പടക്കളത്തിലേക്കാണെന്ന്. ഈ സ്ഥലത്ത് വെച്ചാണ് പണ്ട് ടിപ്പു സുൽത്താനെ കാർത്തിക തിരുനാൾ രാജാവ് യുദ്ധഭൂമിയിൽ വീഴ്ത്തിയത്. മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച ചരിത്രത്തിൽ പറയുന്ന കാർത്തിക തിരുനാൾ രാജാവ് ആ മാന്ത്രിക വസ്തു ഒളിപ്പിച്ചു വെച്ചിരുന്ന സ്ഥലവും ഇത് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് രഞ്ജിത്ത് ഈ ചരിത്രങ്ങൾ മനസ്സിലാക്കി ഈസി ആയിട്ട് ഇവിടെ നിന്നും ആ വസ്തു പുറത്തെടുത്തത്. നകുല് കാഡ് ലാബിലേക്ക് പോയിട്ട് അതിന്റെ 3D പ്രിന്റിംഗ് എടുത്ത് അച്ചു വെച്ചിട്ട് അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കുകയായിരുന്നു. ആ സമയത്ത് ജിതിനും കണ്ണനും ക്ലാസ് റൂമിൽ ഇരിക്കുകയായിരുന്നു. അവിടേക്ക് കോളേജിലെ പാർട്ടി പ്രവർത്തകരായിട്ടുള്ള കുറച്ച് വിദ്യാർത്ഥികൾ വരുന്നുണ്ട്. എന്തൊക്കെയോ മറ്റു വിദ്യാർത്ഥികളോട് സംസാരിക്കുകയാണ്. അതുവഴി വന്ന രഞ്ജിത്ത് ആകട്ടെ ജിതിനെ കാണുന്നുണ്ട്. അയാളുടെ നോട്ടം കണ്ടിട്ട് അയാളിപ്പോ എനിക്ക് എന്തെങ്കിലും പണി തരുമെന്ന് ജിതിൻ പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം, ഞങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞിട്ട് കണ്ണനും ജിതിനും അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും ആ പാർട്ടി പ്രവർത്തകര് അവരെ തടയുന്നുണ്ട്. പക്ഷെ കറക്റ്റ് ആ സമയത്ത് തന്നെ രഞ്ജിത്ത് ജിതിന്റെ ബോഡി കൺട്രോൾ ചെയ്യുകയും ജിതിനെ കൊണ്ട് അവരുടെ മുഖത്തടിക്കുകയും ചെയ്യുന്നു. അതോടുകൂടി ആ വിദ്യാർത്ഥികളും ജിതിനും കണ്ണനും തമ്മിൽ വലിയ വഴക്കായി. അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി ഓടി. ആ സമയത്ത് റംസാദ് രഞ്ജിത്തിനെ തന്നെ നോക്കിയിരുന്നു. അയാൾ തന്റെ ക്യാബിനിൽ റിലാക്സ് ആയിട്ടിരിക്കുകയാണ്. ഈ സമയം കൊണ്ട് തന്നെ നകുലാകട്ടെ അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കണ്ണനും ജിതിനും അവിടെ എത്തിയ ശേഷം അവർ ആ കീ ഉപയോഗിച്ചിട്ട് ആ ഒരു ബോർഡ് തുറക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അവരുണ്ടാക്കിയ കീ കൊണ്ട് അത് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് വർക്കായില്ല. ഇനിയിപ്പോ ഒരേ ഒരു വഴിയേ ഉള്ളൂ, രഞ്ജിത്തിന്റെ കഴുത്തിൽ നിന്നും ആ യഥാർത്ഥ കീ എടുക്കണം. റംസാദിനോട് അത് എങ്ങനെയെങ്കിലും എടുക്കാൻ അവർ ആവശ്യപ്പെടുന്നു. എന്തു ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് റംസാദ് നിൽക്കുന്ന സമയത്താണ് കുറച്ച് നാളായിട്ട് കോളേജിലേക്ക് വരാതിരുന്ന ഷാജി സാറാകട്ടെ ദേഷ്യത്തിൽ അവിടേക്ക് വരികയും രഞ്ജിത്തിന്റെ മുഖത്തേക്ക് എന്തോ ഒരു സ്പ്രേ ചെയ്തിട്ട് അയാളെ അടിച്ചിട്ട് അയാളുടെ കഴുത്തിൽ നിന്നും ആ കീയും പൊട്ടിച്ചുകൊണ്ട് പോകുന്നത് കാണുകയും ചെയ്യുന്നത്. റംസാദിന് ഇത് എന്തൊക്കെ നടക്കുന്നതെന്ന് മനസ്സിലായില്ല. ഈ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അവൻ പെട്ടെന്ന് തന്റെ കൂട്ടുകാരോട് പറയുന്നു. ഷാജി സാർ ആ കീ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ ഏകദേശം അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാകും രഞ്ജിത്ത് എന്തോ പണി കൊടുക്കുകയാണെന്ന്. അതുകൊണ്ട് നീ കാര്യങ്ങൾ പോയി ഷാജി സാറിനോട് പറയാൻ റംസാദിനോട് കൂട്ടുകാർ പറയുന്നു. അങ്ങനെ റംസാദ് നേരെ പോയി ഷാജിയെ കണ്ട് കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ ഷാജിയും ഇവരുടെ കൂട്ടത്തിലേക്ക് വരികയാണ്. ഇവിടെ എന്താ നടക്കുന്നെന്നുള്ള കാര്യങ്ങൾ ഷാജിയോട് അവർ പറയുന്നു. രഞ്ജിത്തിന്റെ കയ്യിൽ നിന്നും ഇവർ കൈക്കലാക്കിയ ആ കീ ഉപയോഗിച്ചിട്ട് ഷാജിയും ജിതിനും കൂട്ടനും ചേർന്നിട്ട് ആ ഒരു ബോർഡ് തുറക്കാൻ ശ്രമിക്കുകയാണ്. എത്രയും പെട്ടെന്ന് കളി തീർത്തെങ്കിൽ മാത്രമേ പഴയതുപോലെയാകൂ. അതുകൊണ്ട് ഷാജിയും ജിതിനും ചേർന്നിട്ട് കളിക്കാൻ ആരംഭിച്ചു. പകിടകൾ എറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ നേരത്ത് രഞ്ജിത്ത് അവിടേക്ക് ദേഷ്യത്തിൽ കയറി വന്നിട്ട് പറയുന്നുണ്ട് നീയൊക്കെ ഇന്ന് തീരുമെന്ന്. അയാളെ കണ്ട് പേടിച്ച് ജിതിന്റെ കയ്യിൽ നിന്നും പകിട താഴേക്ക് വീഴുകയും ആ ബോർഡിൽ പോയി വീണിട്ട് അതിലെ കരുക്കൾ നീങ്ങുകയും ചെയ്യുന്നു. ആ സമയം അവിടെ മാജിക്കലായിട്ട് എന്തോ ഒരു കാര്യം സംഭവിക്കുകയാണ്. ഈ കളിയിൽ പങ്കെടുത്തിരുന്ന ഷാജിയും ജിതിനും രഞ്ജിത്തും ദൂരേക്ക് തെറിച്ചു വീഴുന്നു. 3 പേരുടെയും ബോധം പോയിട്ടുണ്ടായിരുന്നു. കൂട്ടുകാർ ജിതിനെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നു. പക്ഷെ ആ സമയത്താണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം അവർ മനസ്സിലാക്കുന്നത്. ഇവർ 3 പേരുടെയും ആത്മാക്കൾ തമ്മിൽ സ്വിച്ച് ആയിരിക്കുകയാണ്. ഇപ്പോൾ ജിതിന്റെ ആത്മാവുള്ളത് ഷാജിയുടെ ബോഡിയിലും ഷാജിയുടെ ആത്മാവുള്ളത് രഞ്ജിത്തിന്റെ ബോഡിയിലും രഞ്ജിത്തിന്റെ ആത്മാവുള്ളത് ജിതിന്റെ ബോഡിയിലുമാണ്. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. ആ സമയത്താണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അന്ന് രഞ്ജിത്ത് ഷാജിയുടെ ബോഡി കൺട്രോൾ ചെയ്ത ശേഷം ഈ കോളേജിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ഷാജിക്ക് വട്ടായെന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റി ഷാജിയെ പുറത്താക്കിയതാണല്ലോ. നേരെ വീട്ടിലെത്തിയ ഷാജിയാകട്ടെ തന്റെ വൈഫിനോടും വല്ലാത്ത രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. ഓൾറെഡി അവർക്കിടയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ കൂട്ടത്തില് ഷാജിയുടെ ഈ ഒരു പ്രശ്നം കൂടിയായപ്പോഴേക്കും
എത്തിയപ്പോഴേക്കും അയാൾക്ക് തന്റെ ഫാമിലിയോട് ഒന്നും തന്നെ സംസാരിക്കാൻ തോന്നിയില്ല. ഷാജിയുടെ അളിയൻ വന്നിട്ട് അയാളോട് പറയുന്നുണ്ട്, ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങളൊരു ഡിവോഴ്സിലേക്ക് പോകുന്നതാ നല്ലതെന്ന്. അളിയൻ വെറുതെ കോളേജിൽ കിടന്ന് എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. എന്നാൽ ഷാജി പറയുന്നുണ്ട്, താനല്ല ഇതൊന്നും ഉണ്ടാക്കുന്നത്, എന്നെ ആരോ കൺട്രോൾ ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നതെന്ന്. ആ സമയത്ത് പെട്ടെന്ന് ഷാജിയുടെ കഴുത്ത് ഒരു സൈഡിലേക്ക് പോവുകയും അയാളെ ആരോ കൺട്രോൾ ചെയ്യുന്ന പോലെ തോന്നുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അപ്പോൾ ഷാജിക്ക് അത് സംഭവിച്ചതിന് കാരണം നേരത്തെ രഞ്ജിത്ത് ജിതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചില്ലേ, ആ ടൈമിൽ തന്നെ ഇവിടെ ഷാജിക്കും അതുപോലെ സംഭവിച്ചു. അതായത് രഞ്ജിത്ത് ഈ രണ്ടു പേരിൽ ഒരാളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും മറ്റേയാൾക്കും അതുപോലെ തന്നെ സംഭവിക്കും. അന്ന് ജിതിനെ കൊണ്ട് അയാൾ തന്റെ കൂട്ടുകാരെ ഇടിപ്പിക്കുന്ന സമയത്തെല്ലാം തന്നെ ഷാജിയും അതുപോലെ തന്റെ മുന്നിൽ നിന്നിരുന്ന ആൾക്കാരെ ഇടിച്ചിട്ടുണ്ടായിരുന്നു. സ്വന്തം മുഖത്ത് ജിതിനെ കൊണ്ട് ഇടിപ്പിച്ച് അവന്റെ ഉറക്കം കളയുന്ന സമയത്തെല്ലാം തന്നെ ഷാജിയുടെ മുഖത്തും ഷാജി സ്വന്തം കൈകൊണ്ട് ഇടിക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരേ സമയം തന്നെ രഞ്ജിത്ത് ഷാജിയെയും ജിതിനെയും ഒരുപോലെ കൺട്രോൾ ചെയ്യുകയായിരുന്നു. ഷാജിയുടെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കൊണ്ട് തന്നെ ഷാജിയുടെ കുടുംബജീവിതം തകരാൻ തുടങ്ങി. അയാളുടെ അളിയൻ ഷാജിയുടെ വൈഫിനെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയി. ശരിക്കും ഇതെല്ലാം കാരണം മടുത്തിട്ട് ഷാജി ആകട്ടെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. കറക്റ്റ് അതേ സമയത്ത് തന്നെയാണ് ഇവിടെ നമ്മുടെ ജിതിൻ പ്രസന്റേഷന്റെ ഇടയ്ക്ക് മുകളിലേക്ക് കയറി അവിടെ ഉണ്ടായിരുന്ന ഫാൻ വലിച്ച് താഴെയിടാൻ ശ്രമിച്ചത്. അതേസമയം ഇവിടെ ഷാജി ആകട്ടെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ താഴേക്ക് വീണ് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയും ചെയ്തു. സോ ഇതെല്ലാം തന്നെ കണക്റ്റഡ് ആണ്. അന്ന് ജിതിൻ സ്വപ്നം കണ്ട പോലെ തന്നെ ഷാജിയും ഈ കാര്യങ്ങളെല്ലാം സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. അതിലൂടെയാണ് ഷാജിക്ക് മനസ്സിലായത് രഞ്ജിത്ത് കഴുത്തിലിട്ടിരിക്കുന്ന എന്തോ ഒരു സാധനം വെച്ചിട്ടാണ് അയാളെ തന്നെ കൺട്രോൾ ചെയ്യുന്നതെന്ന്. അങ്ങനെ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ എന്നിവിടേക്ക് വന്നതും ഈ കാര്യങ്ങളെല്ലാം തന്നെ നടന്നതും. പക്ഷെ ഇപ്പൊ എങ്ങനെയാണ് ഇവരുടെ ആത്മാക്കൾ തമ്മിൽ സ്വിച്ച് ആയതെന്ന് ഇവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ ജിതിനുള്ളത് ഷാജിയുടെ ബോഡിയിലാണല്ലോ. അവൻ തന്റെ കൂട്ടുകാരോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഈ ബോഡിയിലേക്ക് ഞാൻ തിരിച്ചു കയറുമെന്ന്. ആ സമയത്ത് ജിതിന്റെ ബോഡിയിലുള്ള രഞ്ജിത്തിന്റെ ആത്മാവിനും ബോധം വരുന്നു. താനിപ്പോൾ ജിതിന്റെ ബോഡിയിലാണ് ഉള്ളതെന്ന് അറിഞ്ഞപ്പോൾ രഞ്ജിത്ത് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. അയാളെ സംബന്ധിച്ച് അയാൾക്ക് സ്വന്തം ബോഡി വേണ്ട, ജിതിന്റെ ബോഡി മതി. അതെന്തുകൊണ്ടാണെന്ന് ബാക്കിയുള്ളവർക്ക് ആർക്കും മനസ്സിലായില്ല. ജിതിന്റെ ബോഡിയിലുള്ള രഞ്ജിത്താകട്ടെ ബാക്കി എല്ലാവരെ ആക്രമിക്കാൻ തുടങ്ങിയതോടുകൂടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ജിതിന്റെ കൂട്ടുകാര് ആ പാർട്ടി പ്രവർത്തകരെ വിളിച്ചുകൊണ്ട് വരുന്നു. അവരെ സംബന്ധിച്ച് അവരുടെ മുന്നിൽ നിൽക്കുന്നത് ജിതിനാണല്ലോ. ഇവരെല്ലാവരും പോയി ജിതിനെ അടിക്കുന്നു. എന്നാൽ ഷാജിയുടെ ബോഡിക്കുള്ളിൽ നിൽക്കുന്ന ജിതിനാകട്ടെ ബാക്കിയുള്ളവരോടും പറയുന്നുണ്ട്, എന്റെ ആത്മാവ് ഇവിടെയാണെങ്കിലും എന്റെ ശരീരത്തിലാണല്ലോ ആ അടിയെല്ലാം കൊള്ളുന്നത്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും അത് തടയാൻ. രഞ്ജിത്തിന്റെ ബോഡിയിലുള്ള ഷാജിയുടെ ആത്മാവ് കുട്ടികളോട് പറയുന്നുണ്ട്, എല്ലാവണ്ണവും വഴക്കൊക്കെ നിർത്തിയിട്ട് അവരവരുടെ ക്ലാസ്സിലേക്ക് പോകാൻ. സാധാരണ ഷാജി പറഞ്ഞാൽ കുട്ടികൾ ആരും തന്നെ അനുസരിക്കില്ല. പക്ഷെ അവരെ സംബന്ധിച്ച് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത് രഞ്ജിത്താണ്. കാരണം രഞ്ജിത്തിന്റെ ബോഡിയിൽ ഷാജിയാണുള്ളതെന്ന് അവർക്കറിയില്ലല്ലോ. താൻ പറഞ്ഞ ഉടനെ കുട്ടികളെല്ലാം അനുസരണയോടുകൂടി പോകുന്നത് കണ്ടിട്ട് ഷാജിക്കും അത്ഭുതമായിരുന്നു. അയാളും ചിന്തിക്കാൻ തുടങ്ങി, തനിക്ക് ഈ രഞ്ജിത്തിന്റെ ബോഡി കിട്ടിയത് എന്തുകൊണ്ട് നന്നായി എന്ന്. കാരണം കുട്ടികൾ തനിക്ക് ബഹുമാനം തരുന്നുണ്ട്. ഇത്രയും കാലം താൻ അനുഭവിച്ച ആ അവഗണനയെല്ലാം തന്നെ രഞ്ജിത്തിന്റെ ബോഡിയിലേക്ക് വന്നപ്പോഴേക്കും ഇല്ലാതെയായി. ബാക്കി എല്ലാവരും അവിടെ നിന്നും പോയി കഴിയുമ്പോൾ ഷാജിയുടെ ബോഡിയിലുള്ള ജിതിന്റെ ആത്മാവ് രഞ്ജിത്തിനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്നോടുള്ള ദേഷ്യമൊക്കെ എനിക്ക് മനസ്സിലാകും, പക്ഷേ ആ ഒരു വഴക്കോ അടിയൊക്കെ നമുക്ക് സ്വന്തം ബോഡിയിൽ കയറിയ ശേഷം ചെയ്യാമെന്ന്. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ എന്റെ ബോഡിയിൽ സാറിന് ജീവിക്കേണ്ടതായി വരും. എന്നാൽ രഞ്ജിത്തിന് അതൊന്നും വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. നിനക്കൊക്കെ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്തുകൊള്ളാൻ പറയുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നിനക്കൊന്നും അറിയില്ലല്ലോ. എന്നാൽ കണ്ണൻ പറയുന്നുണ്ട്, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഏകദേശം ഞങ്ങൾക്ക് അറിയാമെന്ന്. അവൻ ബോർഡിൽ വരച്ചിട്ട് അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നു. രഞ്ജിത്ത് ആദ്യം ഷാജിയെ കൺട്രോൾ ചെയ്തു, പിന്നെ രഞ്ജിത്ത് ജിതിനെ കൺട്രോൾ ചെയ്തു. കളി പെട്ടെന്ന് തീർക്കാനുള്ള ആവേശത്തിനിടയിൽ ജിതിൻ രഞ്ജിത്തിനെ വെട്ടി. ആ ടൈമില് ഷാജി സാറ് ജിതിനെ വെട്ടുന്നു. അത് കഴിഞ്ഞപ്പോൾ ജിതിൻ പോയിട്ട് വീണ്ടും രഞ്ജിത്തിനെ വെട്ടി. ഈ ഒരു ലൂപ്പ് കാരണം ബോഡി കൺട്രോൾ മാറി ബോഡി സ്വാപ്പായി മാറി. ഇത് കളിയുടെ നിയമത്തിന്റെ ഭാഗമായിട്ട് സംഭവിച്ചത് കൊണ്ട് തന്നെ കളി ഫിനിഷ് ചെയ്യുമ്പോൾ എല്ലാം പഴയ പോലെയാകും. എന്നാൽ കളി തീർക്കാമെന്ന് രഞ്ജിത്ത് പറയുന്നു. ആദ്യം നിങ്ങൾ സാധനങ്ങളെല്ലാം എടുത്തു വെക്ക്. ബോർഡും കീയും ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. ഡൈസ് ഉണ്ടായിരുന്നത് ഷാജിയുടെ കയ്യിലാണ്. അതായത് ഷാജിയുടെ ആത്മാവ് ഇപ്പോൾ രഞ്ജിത്തിന്റെ ബോഡിയിലാണല്ലോ. എന്നാൽ ഇവർ ഷാജി കോൾ ചെയ്യുന്നുണ്ടെങ്കിലും അയാൾ ഇവര് പറഞ്ഞ ഈ ഒരു ഗെയിം തീർക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം രഞ്ജിത്തിന്റെ ബോഡിയുമായിട്ട് നടക്കുന്ന ഷാജിക്ക് ഇപ്പോൾ കുട്ടികളുടെ ഇടയിൽ നല്ല ബഹുമാനം ലഭിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ജീവിതത്തിൽ ഇതുവരെയും കിട്ടാത്ത ബഹുമാനം രഞ്ജിത്തിന്റെ ബോഡിയിൽ വന്നപ്പോൾ ഷാജിക്ക് കിട്ടിയതോടുകൂടി ഷാജിക്ക് ആ ബോഡിയിൽ നിന്നും പോകണ്ട എന്നായി. ഇവര് ഫോൺ ചെയ്തപ്പോൾ ഷാജി പറയുന്നുണ്ട്, ഞാൻ ഇനി കുറച്ച് നാൾ രഞ്ജിത്തായിട്ട് ജീവിക്കാൻ പോവുകയാണെന്ന്. അതും പറഞ്ഞിട്ട് രഞ്ജിത്തിനെ വണ്ടി എടുത്തിട്ട് രഞ്ജിത്തിന്റെ വീട്ടിലേക്ക് പോയി. ഇതോടെ ബാക്കിയുള്ള എല്ലാവരും പെട്ടു. ഏറ്റവും കൂടുതൽ പണി കിട്ടിയിരിക്കുന്നത് ജിതിനായിരുന്നു. കാരണം അവനിപ്പോൾ ഉള്ളത് ഷാജിയുടെ ബോഡിയിലാണ്. രഞ്ജിത്തിന് ഇപ്പോൾ ജിതിന്റെ ബോഡിയിൽ നിന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ രഞ്ജിത്തിന്റെ ബോഡിയുമായിട്ട് ഷാജി കൂളായിട്ട് കോളേജിലേക്ക് വരാൻ തുടങ്ങി. ഇവിടെ പാവൻ ജിതിനാകട്ടെ ഷാജിയുടെ ബോഡിയുമായിട്ട് തന്റെ കൂട്ടുകാരോട് പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും ആ ഡൈസ് തിരിച്ചു കിട്ടിയിട്ട് വേണം പഴയ ബോഡിയിലേക്ക് തിരിച്ചു പോകാനെന്ന്. രഞ്ജിത്തിന്റെ ബോഡിയുമായിട്ട് നടക്കുന്ന ഷാജി ആ ഡൈസ് എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇവർ അയാളുടെ പിറകെ നടന്ന് അത് തപ്പിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും എങ്ങു നിന്നും കിട്ടിയില്ല. ജിതിന്റെ ബോഡിയിലുള്ള രഞ്ജിത്താകട്ടെ ക്ലാസ്സിലിരുന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും തുടങ്ങി. അവസാനം ഇവരെ കൊണ്ടൊന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ രഞ്ജിത്ത് തന്നെ ഇവരോട് പറയുന്നുണ്ട്, ഷാജിയുടെ കയ്യിൽ നിന്ന് ആ ഡൈസ് ഞാൻ എങ്ങനെയെങ്കിലും എടുക്കാം, പക്ഷെ നിങ്ങൾ എന്റെ കൂടെ നിൽക്കണമെന്ന്. സാറ് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ ചതിക്കില്ല എന്ന് എങ്ങനെ വിശ്വസിക്കുമെന്ന് ജിതിൻ ചോദിക്കുമ്പോൾ
രഞ്ജിത്ത് പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്, ഓരോ സാധനങ്ങളും നമുക്ക് ഓരോരുത്തരുടെ കയ്യിൽ വെക്കാം, കീ എന്റെ കയ്യിലിരിക്കട്ടെ, ബോർഡ് നിങ്ങളുടെ കയ്യിലിരുന്നോട്ടെ. അങ്ങനെ അവരൊരു ഡീലിലെത്തി. അങ്ങനെ ഇവരെല്ലാവരും ചേർന്നിട്ടൊരു പ്ലാൻ ഇടുന്നു. ഷാജി ക്ലാസ്സിലേക്ക് പഠിപ്പിക്കാൻ വരുന്ന സമയത്ത് ഇതിന്റെ ബോഡിക്കുള്ളിൽ നിന്നുകൊണ്ട് രഞ്ജിത്താകട്ടെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അവൻ അയാൾക്ക് ഒട്ടും മര്യാദ കൊടുക്കാതെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് ബാക്കിയുള്ള കുട്ടികൾ തന്നെ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അതോടെ പേടിച്ചുപോയ ഷാജി ആകട്ടെ പെട്ടെന്ന് അവനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ഇവർ 3 പേരും സംസാരിക്കുകയാണ്. മര്യാദയ്ക്ക് നീയായിട്ട് ഈ ഡൈസ് ഇവിടെ വെക്കുന്നതാണ് നല്ലതെന്നും അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇപ്പൊ തന്നെ സോൾവ് ആക്കാമെന്നും രഞ്ജിത്ത് പറയുന്നു. താൻ കുറെ കാലം എനിക്കിട്ട് പണിതല്ലേ, അതുകൊണ്ട് തൽക്കാലം ഡൈസ് തരാൻ എനിക്ക് മനസ്സിലാന്നാണ് ഷാജി പറയുന്നത്. പിന്നെ ഡൈസ് എന്റെ കയ്യിലുള്ളിടത്തോളം കാലം താൻ എന്നെ ഒന്നും ചെയ്യത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. താൻ എന്നെ ഉപദ്രവിക്കുകയാണെങ്കിൽ താൻ തന്നെയാണല്ലോ മരിക്കാൻ പോകുന്നത്. കാരണം ഞാനിപ്പോൾ ഉള്ളത് തന്റെ ബോഡിക്കകത്താണ്. എന്നാൽ അതൊന്നും തനിക്ക് പ്രശ്നമല്ലാന്ന് പറഞ്ഞിട്ട് ജിതിന്റെ ബോഡിയിൽ നിന്നുകൊണ്ട് രഞ്ജിത്താകട്ടെ ഷാജിയെ ആക്രമിക്കുകയാണ്. ഷാജിയുടെ ബോഡിക്കുള്ളിൽ നിന്നുകൊണ്ട് ജിതിനത് തടുത്തില്ലായിരുന്നെങ്കിൽ ആ നിമിഷം രഞ്ജിത്ത് ഷാജിയെ കൊന്നിട്ടുണ്ടായിരുന്നേനെ. ജിതം വരെ ആകെ ഷോക്കായിട്ടുണ്ടായിരുന്നു. അതായത് സ്വന്തം ശരീരത്തെയാണ് അയാൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. അയാൾക്കതിലൊരു പ്രശ്നവുമില്ല. അതിനർത്ഥം അതിന്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ടെന്നാണ്. ദേഷ്യത്തിൽ അവിടെ നിന്നും പോകാൻ നേരത്ത് രഞ്ജിത്തിന്റെ സോളാകട്ടെ അവരോട് പറയുന്നുണ്ട്, ആ ഡൈസിന്റെ കയ്യിൽ കിട്ടുന്നതിന്റെ അന്ന് കളി തീരും, നീയൊക്കെ ചാവുകയും ചെയ്യുമെന്ന്. പാവൻ ജിതിനാകട്ടെ ആകെ ഭ്രാന്ത് പിടിച്ച് തന്റെ കൂട്ടുകാരോട് സംസാരിക്കുകയാണ്. മറ്റു 2 പേര് ഈ ഗെയിം തീർക്കാൻ ആഗ്രഹിക്കാത്ത കാരണം അവനായിരുന്നു ഏറ്റവും കൂടുതൽ പെട്ടുകിടക്കുന്നത്. എനിക്കിന്ന് കുറച്ച് മദ്യപിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ നകുലിനോട് കുറച്ച് മദ്യം വാങ്ങിച്ചുകൊണ്ടുവരാൻ പറയുന്നു. അങ്ങനെ നകുൽ കുറച്ച് മദ്യവും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇവൻ അതിരുന്ന് കഴിക്കുകയാണ്. അതേസമയം കോളേജിലൊരു പ്രോഗ്രാം നടക്കുകയാണ്. ആ പ്രോഗ്രാമിലേക്ക് രഞ്ജിത്തിനെ എല്ലാവരും പാട്ട് പാടാൻ വിളിക്കുന്നുണ്ട്. കുട്ടികളെ സംബന്ധിച്ചത് രഞ്ജിത്താണല്ലോ, എന്നാൽ അതിനുള്ളിലുള്ളത് ഷാജിയും. ഷാജി അവിടെ നിന്ന് പാട്ട് പാടുകയായിരുന്നു. ഇവിടെ ഷാജിയുടെ ബോഡിക്കുള്ളിൽ നിന്നുകൊണ്ട് ജിതിൻ മദ്യപിക്കുകയും ചെയ്യുന്നു. എത്ര മദ്യപിച്ചിട്ടും ജിതിൻ ഒരു കിക്കും തോന്നുന്നില്ല. ഇതെന്താ ഇങ്ങനെയെന്ന് അവൻ ചിന്തിക്കുകയാണ്. പക്ഷെ അതേസമയം അവിടെ സ്റ്റേജിൽ നിന്ന് നമ്മുടെ ഷാജിയുടെ സോള് കുഴഞ്ഞു വീഴുകയാണ്. അതായത് ജിതിൻ ഷാജിയുടെ ബോഡിയിൽ നിന്നുകൊണ്ട് മദ്യപിച്ച കാരണം ആ കിക്ക് വന്നിരിക്കുന്നത് ഷാജിയുടെ ആത്മാവിനാണ്. ഷാജിയുടെ ആത്മാവുള്ളത് രഞ്ജിത്തിന്റെ ബോഡിയിലും. അതുകൊണ്ടാണ് രഞ്ജിത്ത് അവിടെ കുഴഞ്ഞു വീണത്. ആ ഒരു കാര്യം പിടികിട്ടിയതോടുകൂടി ഇവർ അടുത്ത പ്ലാൻ ഇടുന്നു. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഷാജിയുടെ കയ്യിൽ നിന്നും ആ ഡൈസ് അടിച്ചെടുക്കാം. ഒരു കുപ്പി മദ്യവും വാങ്ങി അവർ ഒരിടത്തേക്ക് ഷാജിയെ വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് അയാളുടെ മുൻപിൽ നിന്നുകൊണ്ട് നമ്മുടെ ജിതിനാകട്ടെ മദ്യപിക്കുകയാണ്. ജിതിൻ മദ്യം കുടിക്കുന്നത് ഷാജിയുടെ ബോഡിയിൽ നിന്നിട്ടാണല്ലോ. ആ മദ്യത്തിന്റെ കിക്ക് കിട്ടിയതാകട്ടെ നമ്മുടെ രഞ്ജിത്തിന്റെ ബോഡിയിൽ നിൽക്കുന്ന ഷാജിയുടെ ആത്മാവിനും. അതോടെ അയാൾ വല്ലാത്ത രീതിയിൽ കുഴഞ്ഞു വീഴാൻ തുടങ്ങി. ഡൈസ് എവിടെയാണെന്ന് പറയുന്നതിന് മുമ്പ് അയാളുടെ ബോധം പോയി. ഇവരെല്ലാവരും അയാളെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടറോട് പറയുന്നത് അയാൾ തലയിടിച്ച് വീണുവെന്നാണ്. ബോധം വരാൻ കുറച്ച് സമയം എടുക്കുമെന്നാണ് ഡോക്ടർ പറയുന്നത്. പക്ഷെ ഈ ഒരു കാര്യം യഥാർത്ഥ രഞ്ജിത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും. അതുകൊണ്ട് തൽക്കാലം അയാളിൽ നിന്ന് ഈ കാര്യങ്ങൾ മറച്ചു വെക്കാൻ ജിതിനും കൂട്ടരും ശ്രമിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് ഷാജിയുടെ ഫോണിലേക്ക് അയാളുടെ അളിയന്റെ കോള് വരുന്നുണ്ട്, ഡിവോഴ്സിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഷാജിയുടെ ബോഡിയിൽ നിൽക്കുന്ന ജിതിനാണല്ലോ ഇവരോട് സംസാരിക്കുന്നത്. എന്ത് ഡിവോഴ്സ്, ഏത് ഡിവോഴ്സ് എന്നൊക്കെ അവൻ ചോദിക്കുന്നു. ആ സമയത്ത് രഞ്ജിത്ത് വന്നിട്ട് ജിതിനോട് ചോദിക്കുന്നുണ്ട്, ആ ഷാജി സാർ എവിടെ, കുറച്ച് ദിവസം ആയല്ലോ കണ്ടിട്ടെന്ന്. തനിക്ക് അറിയില്ല എന്നും അയാൾ എങ്ങോട്ടോ പോയെന്നുമാണ് ജിതിൻ പറയുന്നത്. അയാൾ ഹോസ്പിറ്റലാണെന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ജിതിൻ പറയുന്നില്ല. ദേഷ്യം വന്ന രഞ്ജിത്താകട്ടെ അവിടെ പ്രാക്ടീസ് നടക്കുന്ന അടുത്തേക്ക് പോകുന്നു. അവിടെ ജീവികയും ലിജയും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ജിതിൻ അവിടേക്ക് കയറി വരുന്നത് കണ്ടിട്ട് ജീവിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവൾക്കറിയില്ലല്ലോ അത് രഞ്ജിത്താണെന്നൊന്നും. ഇവിടെ പ്രാക്ടീസ് നടക്കുക, ഇറങ്ങിപ്പോകാൻ ലിജോ പറഞ്ഞെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ വാക്കുതർക്കത്തിലാകുന്നു. എന്നാൽ തന്റെ ബോഡിക്കുള്ളിൽ നിന്നുകൊണ്ട് രഞ്ജിത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് തന്നെയാണ് ബാധിക്കുന്നതെന്ന് ജിതിൻ അറിയാം. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ജിതിൻ പോയി ആ പ്രശ്നം അവിടെ വെച്ച് സോൾവ് ആക്കുന്നു. എന്നിട്ട് രഞ്ജിത്തിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. ജിതിൻ വളരെ സൗമ്യമായിട്ട് രഞ്ജിത്തിനോട് പറയുന്നുണ്ട്, ഈ ഒരു അവസ്ഥയിൽ ജീവിക ഞാനാണെന്ന് കരുതിയിട്ട് സാറിനോട് സംസാരിക്കാൻ വരും. ആ സമയത്ത് സാർ കൂടുതലൊന്നും പറയണ്ട. സാർ അവളോട് ദേഷ്യപ്പെടാനും നിൽക്കരുത്. അത് ഞങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ കാരണമാകും. ഞാനെന്തിനാ നിനക്ക് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യുന്നതെന്നും അങ്ങനെയൊന്നും ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്നും ദേഷ്യത്തിൽ പോയി. ആ ടൈമിൽ ഹോസ്പിറ്റലിൽ രഞ്ജിത്തിന്റെ ബോഡിയിൽ കിടന്ന ഷാജിക്ക് ബോധം വന്നിരിക്കുന്നു. അയാൾ ഇപ്പോഴും ആ ഡൈസ് എവിടെയാണെന്ന് പറയുന്നില്ല. ഇവിടെ ജിതിൻ തന്റെ കൂട്ടുകാരോട് പറയുന്നുണ്ട്, നാളെ ഒരു ദിവസത്തേക്ക് എന്റെ ബോഡിയിലുള്ള രഞ്ജിത്ത് സാറും ജീവികയും തമ്മിൽ സംസാരിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പ്രശ്നങ്ങൾ വഷളാവത്തേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യങ്ങൾ നോക്കണം. ഞാൻ എങ്ങനെയെങ്കിലും ആ ഡൈസ് സംഘടിപ്പിക്കാൻ നോക്കാം. പിറ്റേന്ന് അവരുടെ കോളേജിൽ ഒരു ഫംഗ്ഷൻ നടക്കുകയായിരുന്നു. ഡെമോ ഡേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പല പല വേഷത്തിലായിരുന്നു അവിടെ വന്നുകൊണ്ടിരുന്നത്. ഇവിടെ നമ്മുടെ ജിതിനാകട്ടെ നേരെ ഷാജിയെ പോയി കാണുന്നു. എന്തുകൊണ്ടാണ് രഞ്ജിത്ത് സ്വന്തം ബോഡിയിലേക്ക് തിരിച്ചു കയറാൻ ആഗ്രഹിക്കാത്തത് എന്നുള്ള സത്യം ജിതിൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഡോക്ടറോട് സംസാരിച്ചതിൽ നിന്നും അവന് മനസ്സിലായി രഞ്ജിത്ത് യഥാർത്ഥത്തിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. രഞ്ജിത്തിന്റെ ബോഡിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് രഞ്ജിത്തിന്റെ ബോഡിയുമായിട്ട് ഷാജിയാണല്ലോ. ഈ ബോഡിയിലാണല്ലോ ഡോക്ടേഴ്സ് ടെസ്റ്റുകൾ നടത്തിയത്. ആ ടെസ്റ്റ് റിപ്പോർട്ട് പ്രകാരം WBC കൗണ്ട് ഒരുപാട് കൂടുതലും RBC കൗണ്ട് ഒരുപാട് കുറവുമാണ്. അതുകൊണ്ട് തന്നെ രഞ്ജിത്ത് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് ആ ഒരു ബോഡി ആവശ്യവുമില്ല. അതുകൊണ്ടാണ് ജിതിന്റെ ബോഡിയിൽ കയറിയിട്ടും തിരിച്ച് സ്വന്തം ബോഡിയിലേക്ക് പോകാൻ രഞ്ജിത്ത് ആഗ്രഹിക്കാത്തത്. പക്ഷെ ഇവനീ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ രഞ്ജിത്തിന്റെ ബോഡിയിലുള്ള ഷാജിക്ക് വിശ്വാസം വരുന്നില്ല. കാരണം താൻ ഡൈസ് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവൻ കള്ളങ്ങൾ പറയുകയാണോ എന്ന് അയാൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അതേസമയം ഇവിടെ കോളേജിൽ ഫംഗ്ഷൻ നടക്കുന്നതിനിടയ്ക്ക് ജിതിന്റെ ബോഡിയുമായിട്ട് രഞ്ജിത്താകട്ടെ വീണ്ടും ജീവികയുടെ അടുത്തേക്ക് എത്തിയിരുന്നു. അതേ സമയത്ത് തന്നെ നേരത്തെ ജിതിനുമായിട്ട് പ്രശ്നമുണ്ടായിക്കൊണ്ടിരുന്ന ആ പാർട്ടി പ്രവർത്തകരും അവിടേക്ക് എത്തി. ഇവനിട്ട് പണി കൊടുക്കാൻ ഇവർ
കാത്തിരിക്കുകയായിരുന്നല്ലോ. അവിടെ വെച്ച് ചെറിയൊരു വാക്കുതർക്കോ അടിയൊക്കെ നടക്കുകയാണ്. താൻ എന്തൊക്കെ പറഞ്ഞിട്ടും ഷാജി കാര്യങ്ങൾ വിശ്വസിക്കാത്ത കാരണം ജിതിനാകട്ടെ തന്റെ കൂട്ടുകാരോട് വന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. രഞ്ജിത്തിന് എന്തുകൊണ്ടാണ് അയാളുടെ ബോഡി വേണ്ടാത്തതെന്നും അയാളുടെ ബോഡിക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളെ പറ്റിയും. ഇവരിങ്ങനെ സംസാരിച്ചു നിൽക്കുന്ന സമയത്ത് ജീവിക അവിടേക്ക് ടെൻഷൻ അടിച്ച് വന്നിരിക്കുന്നത് ജിതിൻ ശ്രദ്ധിക്കുന്നുണ്ട്. തന്റെ ബോഡിയിലുള്ള രഞ്ജിത്ത് ഇവളോട് എന്തെങ്കിലും മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് ഇവളോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ഞാൻ ആരാണെന്നും എന്താണെന്നും പറയുന്നതാ നല്ലതെന്ന് ജിതിന് തോന്നുന്നു. അവനത് സംസാരിക്കാൻ വേണ്ടിട്ട് അവളുടെ അടുത്തേക്ക് ചെന്നതും പെട്ടെന്ന് അവന്റെ മുന്നിലേക്ക് ഷാജിയുടെ വൈഫ് വരുന്നു. അവരെ സംബന്ധിച്ച് സ്വന്തം ഭർത്താവാണല്ലോ മുന്നിൽ നിൽക്കുന്നത്. എന്റെ ചേട്ടൻ നിങ്ങളോട് ഡിവോഴ്സിനെ പറ്റി സംസാരിച്ചപ്പോൾ നിങ്ങൾ അതിന് ഓക്കെ പറഞ്ഞെന്നാണ് എന്റെ ചേട്ടൻ പറഞ്ഞത്. നിങ്ങൾക്ക് എങ്ങനെയാ പെട്ടെന്ന് ഡിവോഴ്സിന് സമ്മതിക്കാൻ പറ്റിയതെന്നൊക്കെ ഇവർ ചോദിക്കുന്നു. നമ്മുടെ ജിതിനാകട്ടെ എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. നമ്മൾ തമ്മിൽ ഡിഫറന്റ് പേഴ്സണാലിറ്റി ആണെന്നും ഒന്നും ശരിയാകില്ല എന്നൊക്കെ അവൻ ഓരോന്ന് പറയാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ ഷാജി ഇവരും തമ്മിൽ എന്ത് പ്രശ്നമാണുള്ളതെന്ന് ജിതിൻ അറിയില്ലല്ലോ. എന്നാൽ താൻ പ്രഗ്നന്റ് ആണെന്നാണ് ഷാജിയുടെ വൈഫ് തുറന്നു പറയുന്നത്. കുറച്ചു കാലമായിട്ട് ഇവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. കാത്തിരുന്ന് കിട്ടിയ കുട്ടിയാണ്. അത് കേട്ട് ഷോക്കായി ജിതിനാകട്ടെ താൻ ആരുടെ ബോഡിക്കുള്ളിലാണ് എന്നൊന്നും ചിന്തിക്കാതെ ഈ കുട്ടി എന്റേതല്ല, ഞാനല്ലേ ഗർഭത്തിന് ഉത്തരവാദി എന്നൊക്കെ അങ്ങ് വിളിച്ചു പറയുന്നു. ആ സ്ത്രീയെ സംബന്ധിച്ച് സ്വന്തം ഭർത്താവാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ദേഷ്യം വന്ന അവരാകട്ടെ ചൂടുവെള്ളം എടുത്ത് അയാളുടെ മുഖത്തേക്ക് ഒഴിച്ചിട്ട് അവിടെ നിന്നും പോയി. പിന്നീട് കാണിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് നമ്മുടെ യഥാർത്ഥ ഷാജി സ്വന്തം ഭാര്യയെ കാണാൻ വേണ്ടി പോകുന്നതാണ്. താൻ ഷാജിയാണെന്നുള്ള കാര്യം തുറന്നു പറയാതെ ഷാജിയുടെ കൂട്ടുകാരനാണ് താനെന്നും ഷാജി ഒരുപാട് മാനസിക സമ്മർദ്ദത്തിലാണെന്നും കുറച്ച് നാളായിട്ട് അയാൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങളെ അയാൾക്ക് ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ട് നിങ്ങൾ അയാളെ വിട്ടിട്ട് പോകേണ്ട കാര്യമില്ല. അയാളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും അയാൾക്കിപ്പോൾ തുറന്നു പറയാൻ പറ്റാത്ത കാരണമാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് പറയുന്നു. തന്റെ വൈഫ് പ്രഗ്നന്റ് ആയിട്ടും അവരെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ പോലും ഷാജിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു നിമിഷം സംസാരിച്ചുകൊണ്ട് നിന്ന് അയാൾ അറിയാതെ കൺട്രോൾ വിട്ട് ആ സ്ത്രീയെ കെട്ടിപ്പിടിക്കുന്നു. അവരെ സംബന്ധിച്ച് അന്യപുരുഷനാണ് തന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. അതോടുകൂടി ദേഷ്യത്തില് അവരാകട്ടെ ഷാജിയെ തള്ളി മാറ്റുകയാണ്. ആ സംഭവത്തോടു കൂടി ഷാജിക്ക് മനസ്സിലായി താൻ ഈ രഞ്ജിത്തിന്റെ ബോഡിയുമായിട്ട് നടന്നിട്ടൊരു കാര്യവുമില്ല, തന്റെ ഭാര്യയും കുട്ടിയും തനിക്ക് നഷ്ടമാകുമെന്ന്. അതുകൊണ്ട് തന്നെ അയാള് ജിതിനോടും കൂട്ടരോടും പോയി സോറി പറഞ്ഞിട്ട് പറയുന്നുണ്ട് എനിക്കും എന്റെ ബോഡി തിരിച്ചു വേണമെന്ന്. അങ്ങനെയെങ്കിൽ ഡൈസ് എവിടെയാണെന്ന് നിങ്ങൾ തുറന്നു പറയാൻ പറയുന്നു. അങ്ങനെ ഷാജി പറയുന്നുണ്ട് ആ ഡൈസ് ആകട്ടെ രഞ്ജിത്തിന്റെ വീട്ടിലുള്ള ആ നായയില്ലേ അതിന്റെ കോളറിലാണ് ഞാൻ വെച്ചിട്ടുള്ളതെന്ന്. ഇപ്പോൾ ഡൈസും ബോർഡും ഇവരുടെ കയ്യിലുണ്ട്. താക്കോലിരിക്കുന്നത് രഞ്ജിത്തിന്റെ കയ്യിലാണ്. അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് അയാളുടെ കയ്യിൽ നിന്ന് സംഘടിപ്പിച്ച് ഈ ഗെയിം അവസാനിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് ഇവര് ഒരു പ്ലാൻ ഇടുകയാണ്. ഗെയിം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവരും ഒരിടത്തേക്ക് വിളിക്കാം. ബോർഡും താക്കോലും മുന്നിൽ വെച്ചാൽ മാത്രമേ ഡൈസ് തിരിച്ചു തരൂ എന്ന് ഷാജി സാർ പറഞ്ഞു എന്ന് അയാളോട് പറയണം. അയാൾ അങ്ങനെ താക്കോല് ഫ്രണ്ടിലോട്ട് വെച്ച് ആ താക്കോല് ഒറിജിനലാണെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചേർന്നിട്ട് അയാളെ പിടിച്ചു വെക്കണം. ആ നേരം കൊണ്ട് ഞാനും ഷാജി സാറും ചേർന്നിട്ട് ഈ ഗെയിം അവസാനിപ്പിക്കാം. അങ്ങനെ കോളേജിൽ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഇവരെല്ലാവരും കൂടി മറ്റൊരു മുറിയിലേക്ക് ഒത്തുകൂടുന്നു. രഞ്ജിത്ത് വന്ന് ആ ഒരു താക്കോല് ഇവരുടെ കൊടുത്തതും ഇവരാ ബോർഡ് അത് വെച്ച് ഓപ്പൺ ആക്കുന്നു. ആ നേരം കൊണ്ട് ജിതിന്റെ കൂട്ടുകാരെല്ലാം കൂടി രഞ്ജിത്തിനെ പിടിച്ചു നിർത്തുന്നുണ്ട്. ശരിക്കും ജിതിന്റെ ബോഡിയിൽ നിന്നും പുറത്തിറങ്ങാതെ ആ ബോഡിയുമായിട്ട് ജീവിക്കാനായിരുന്നു രഞ്ജിത്തിന്റെ പ്ലാന്. അതുകൊണ്ട് തന്നെ അയാളെ പിടിച്ചു നിർത്തിക്കൊണ്ട് ആ ഗെയിം അവസാനിപ്പിക്കാനായിരുന്നു ഇവരുടെ പ്ലാൻ. ഇനി ഡൈസ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് ജിതിനാകട്ടെ ഷാജിയുടെ നേരെ കൈ നീട്ടുമ്പോൾ ഷാജി ഒരേ ഒരു ഡൈസ് മാത്രമാണ് അവന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നത്. ഇതൊന്നല്ല രണ്ടെണ്ണം ഉണ്ടായിരുന്നല്ലോ എന്നാണ് ജിതിൻ ചോദിക്കുന്നത്. പക്ഷെ എന്റെ കയ്യിൽ ഒന്നേ ഉള്ളൂ എന്നാണ് അയാൾ പറയുന്നത്. അന്ന് ഇവരിത് എടുത്തുകൊണ്ട് പോകുന്ന വഴിക്ക് ആ ലാബിൽ വെച്ച് ഒരെണ്ണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതും കൂടെ കിട്ടിയെങ്കിലേ കളി അവസാനിപ്പിക്കാൻ പറ്റൂ. അത് കാരണം ഇവരെല്ലാവരും പെട്ടെന്ന് അത് തിരയാൻ ആരംഭിച്ചു. പക്ഷെ ജിതിന്റെ ബോഡിക്കുള്ളിൽ നിന്നുകൊണ്ട് രഞ്ജിത്താകട്ടെ ഫൈറ്റ് ചെയ്യുകയായിരുന്നു. ഇനിയിപ്പോൾ ഒരേ ഒരു വഴിയുള്ളൂ. അവനെ തളർത്തി കിടത്തണമെങ്കിൽ അവന്റെ ബോഡിയിലുള്ള ഷാജിയാകട്ടെ കുറച്ച് മദ്യം കുടിക്കുന്നു. അതോടുകൂടി അതിന്റെ കിക്ക് കിട്ടുന്നത് ജിതിന്റെ ബോഡിയിലുള്ള രഞ്ജിത്തിനായിരുന്നു. ആ ഒരു സമയം കൊണ്ട് അവരെല്ലാവരും ചേർന്നിട്ട് ആ ഒരു ഡൈസ് കണ്ടെടുക്കാൻ ശ്രമിക്കുകയാണ്. ഒടുവിൽ ആ ഒരു ഡൈസ് കിട്ടി. പക്ഷെ അപ്പോഴേക്കും സ്വബോധത്തിലേക്ക് തിരിച്ചു വന്ന നമ്മുടെ രഞ്ജിത്താകട്ടെ ഇവരെ ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് നടക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ജിതിനും ഷാജിയും ചേർന്നിട്ട് ആ ഗെയിം അവസാനിപ്പിക്കുകയാണ്. അത് അവസാനിപ്പിക്കാതിരിക്കാൻ രഞ്ജിത്ത് മാക്സിമം ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്ലേ അവസാനിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ ഷാജിയാകട്ടെ രഞ്ജിത്തിന്റെ ബോഡിയുമായിട്ട് അവിടെ നിന്ന് താഴേക്ക് ചാടുന്നു. കളി കറക്റ്റ് സമയത്ത് അവസാനിക്കുകയും ഇവരുടെയെല്ലാം ആത്മാക്കൾ സ്വിച്ച് ആവുകയും ചെയ്യുന്നതോടുകൂടി രഞ്ജിത്തിന്റെ ആത്മാവ് രഞ്ജിത്തിന്റെ ബോഡിയിലേക്ക് തന്നെ കയറി നിലത്തേക്ക് പോയി വീഴുകയാണ്. ജിതിന്റെ ആത്മാവ് ജിതിന്റെ ബോഡിയിലും ഷാജിയുടെ ആത്മാവ് ഷാജിയുടെ ബോഡിയിലും കയറി താഴേക്ക് പോയി വീണ രഞ്ജിത്താകട്ടെ അബോധാവസ്ഥയിലും. ആ പ്രശ്നം സോൾവ് ആയ ശേഷം പിന്നീട് കാണിക്കുന്നത് ജിതിനാകട്ടെ ജീവികയോട് സംസാരിക്കുന്നതാണ്. നീ പറയുന്ന പോലെ നമ്മൾ തമ്മിൽ ഒരേ വേവ് ലെങ്ത് ആയിരിക്കില്ല. നീ ആഗ്രഹിക്കുന്ന പോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിരിക്കില്ല ഞാൻ. അങ്ങനെയൊക്കെ ആകാൻ ഞാൻ ശ്രമിച്ചെങ്കിലും അതെല്ലാം തന്നെ ഫ്ലോപ്പായി. ഞാൻ എന്റെ ലൈഫിൽ ഒട്ടും എക്സൈറ്റിംഗ് അല്ലാത്ത ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയിരുന്നു. അവനാ പറയുന്നത് ശരിക്കും ഷാജിയെ പറ്റിയായിരുന്നു. ഒരു കാര്യം പോലും അയാൾക്ക് അനുകൂലമായിട്ട് നടക്കില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അയാൾ ജീവിച്ചാലും മരിച്ചാലും ഒരു വ്യത്യാസവും ഇല്ല എന്ന് സ്വയം വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു അയാള്. അങ്ങനെ ഇരിക്കെ അയാൾക്കൊരു അവസരം കിട്ടി. നഷ്ടപ്പെട്ടെല്ലാം തിരിച്ചു പിടിക്കാനുള്ളൊരു അവസരം, അയാൾ ആഗ്രഹിച്ച പോലെ ജീവിക്കാനുള്ളൊരു അവസരം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ എന്താണോ അതൊന്നും മറച്ചു വെച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ നമ്മളായിട്ട് തന്നെ ജീവിക്കാൻ ഒരു കാരണമുണ്ട്. അങ്ങനെയുള്ള നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെയാകണം നമ്മൾ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് നീയും ഞാനും തമ്മിൽ ഒരു മാച്ചും ഇല്ല. നമ്മൾക്ക് രണ്ടുപേർക്കും വേണ്ടത് വേറെ വേറെ ആൾക്കാരെയാണ്. എന്തായാലും ഇപ്പൊ നിന്റെ പുറകെ നടക്കുന്ന ലിജോ അല്ല നിന്റെ കൂടെ വേണ്ടത്, മറ്റാരോ ആണ്. ആ വ്യക്തി സമയമാകുമ്പോൾ നിന്റെ ജീവിതത്തിൽ
ജീവിതത്തിലേക്ക് വരുമായിരിക്കും. അതുപോലെ എനിക്ക് പറ്റിയ ഒരാളെയും എനിക്ക് കിട്ടുമായിരിക്കും. ഇവനിത് പറയുമ്പോൾ തന്നെ മറ്റൊരു സീനും കാണിക്കുന്നുണ്ട്. ഷാജി തന്റെ വൈഫിന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നതും എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്നതും അവർ രണ്ടുപേര് ഹാപ്പി ആയിട്ട് തങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതായിട്ടും. ഇവിടെ ജിതിൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ജീവിക പറയുന്നുണ്ട്, നീ നല്ല മെച്ചുറായി എന്ന്. എന്താണെങ്കിലും അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് പിരിഞ്ഞു. തമ്മിലൊരു മാച്ചും ഇല്ലാത്ത സ്ഥിതിക്ക് വെറുതെ മുന്നോട്ട് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണ്ടെന്നുള്ള സത്യം അവർ മനസ്സിലാക്കി. അതിനുശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ജിതിനൊരു കോള് വരുന്നുണ്ട്. ഹോസ്പിറ്റലിൽ കിടന്ന നമ്മുടെ രഞ്ജിത്ത് ആകട്ടെ അവിടെ നിന്നും എങ്ങോട്ടോ ഇറങ്ങിപ്പോയി എന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത്. പക്ഷെ അതിനോടകം തന്നെ ഈ കുട്ടികളെല്ലാം ചേർന്നിട്ട് ആ ഒരു ബോർഡ് കത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.